ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവരുടെയും സന്തോഷമുള്ള മുഖങ്ങൾ കണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രതീക്ഷയോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുകയാണ്. ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. മത്തായി 10:31 നമ്മൾ കഴിഞ്ഞ ദിവസം പ്രാരംഭമായി വായിച്ചത്. ആ വാക്യം നമുക്ക് ഒന്നും കൂടെ വായിക്കാം. മത്തായി 10:31. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരുകുലകളെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. ഏറിയ കുരികളിനെക്കാട്ടിലും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ വിശേഷതയുള്ള കുരികളിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ചത് ഇത് നമ്മുടെ സുരക്ഷിതത്വത്തെ കാണിക്കുന്നു എന്നാണ്. എന്നാൽ ഇന്നലെ നമ്മൾ മനസ്സിലാക്കി, സുരക്ഷിതത്വത്തിലും ഉപരിയായി സുരക്ഷ നഷ്ടപ്പെടുമ്പോഴും എന്റെ മൂല്യത്തിന്, എന്റെ വിലയ്ക്ക് ഒരു കുറവുമില്ല എന്ന ബോധ്യമാണ് ആ വചനത്തിൽ നിന്നും കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഉപദ്രവിക്കപ്പെടുമ്പോൾ, മരണം മുമ്പിൽ നിൽക്കുമ്പോഴും ഞാൻ ഭയപ്പെടാതിരിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? കർത്താവിന്റെ ഹൃദയത്തിൽ ഞാൻ വിലയുള്ളവനാകയാൽ മരണം എന്നെ കീഴ്പ്പെടുത്തുമ്പോഴും, മരണം എന്റെ മുമ്പാകെ നിൽക്കുമ്പോഴും ഞാൻ മൂല്യമുള്ളവനായി തന്നെ മരണത്തിന് മുമ്പാകെ നിൽക്കും. യേശുക്രിസ്തുവിനെ അടിച്ച് തുപ്പി ചാട്ടവാറ കൊണ്ട് കീറിയ ആ അവസ്ഥയിൽ പിലാത്തോസ് ചോദിക്കുക, അപ്പൊ നീ യഹൂദന്മാരുടെ രാജാവോ? നമുക്ക് പറയാൻ തോന്നുമോ അതേന്ന്? കർത്താവിന് ഒരു കുഴപ്പമില്ല അതേന്ന് പറയാൻ. എന്താ കാര്യം? ഞാൻ രാജാവാകുന്നു എന്ന് പറയാൻ കർത്താവിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അതിന്റെ കാരണം, കർത്താവ് തന്നെ കാണുന്നത് പിതാവിന്റെ കണ്ണുകളിലൂടെയാണ്, മനുഷ്യരുടെ കണ്ണുകളിലൂടെയല്ല. നമ്മെ അടിക്കുമ്പോഴും നാം എങ്ങനെ അതിനെ കാണണം? ഞാൻ പെട്ടെന്നൊരു കാര്യം ഓർത്തുപോയി. നേവിയിൽ ഞാൻ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, അപ്പം എന്റെ കൂട്ടുകാരെല്ലാവരും കൂടെ തീരുമാനിച്ചു, അവരെന്നെ മത്തായി എന്നാണ് വിളിക്കുന്നത്. മത്തായിയെ കൊണ്ട് ഒരു 6 months കോഴ്സിന് വേണ്ടി ഞാൻ പോയതാണ്. മത്തായിയെ കൊണ്ട് ഈ 6 മാസത്തിനുള്ളിൽ തെറി വിളിപ്പിക്കണം. ഒരു തെറിയേലും അവന്റെ വായിൽ നിന്നും വരണം. അപ്പൊ അവർ കൂട്ടുകാരെല്ലാം തീരുമാനിച്ചിട്ട് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അതിന്റെ ലീഡറായിട്ടിരുന്ന ആള്, ഇത് ലൈവ് പോവാണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം കൂടെ കേൾക്കും, ജീവൻ എന്നാ പേര്. ഇപ്പോഴും ഉണ്ട് അദ്ദേഹം ഇപ്പം മെർച്ചന്റ് നേവി ജോലി ചെയ്യുന്നു. അപ്പം ജീവനാണ് എന്റെ ലീഡർ. അദ്ദേഹം എന്റെ ലോക്കറിനകത്ത്, എന്റെ കബോർഡിനകത്ത് അനാവശ്യമായ സാധനങ്ങൾ വെക്കുക, എന്റെ സാധനങ്ങൾ അടിച്ചു മാറ്റുക, നോട്ട്സ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന നോട്ട്സുകൾ മാറ്റുക, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ ബുദ്ധിമുട്ടിക്കുക, എന്നെ കളിയാക്കുക, എന്നോട് അനാവശ്യമായ കാര്യങ്ങൾ പറയുക, ചോദിക്കുക, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഇവൻ എന്റെ അടുത്ത് വന്നിരുന്നപ്പം എന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത അവനോട് പറഞ്ഞത് ഇതാണ്: ജീവ, നീ ഈ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഞാൻ ഇല്ലാത്ത സമയത്ത് എന്റെ കബോർഡിൽ നിന്ന് സാധനം മാറ്റുക, എടുത്തു വെക്കുക, ഇതെല്ലാം എനിക്ക് പ്രതിഫലത്തിന് കാരണമായി തീരും. കാരണം കർത്താവിന്റെ നാമത്തിലാണ് ഞാൻ ഇതൊക്കെ സഹിക്കുന്നത്. അയ്യോ, അത് കേട്ടപ്പം ജീവന്റെ മുഖത്തെ എന്താ പറയാ, നമുക്ക് വിളർച്ച ഒന്ന് കാണേണ്ടതായി. അവൻ നേരെ കൂട്ടുകാരുടെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, അവൻ നമ്മളെ മുതലെടുക്കുക, നമ്മൾ കഷ്ടപ്പെട്ട് അവൻ കാണാതെ ഓരോന്ന് ചെയ്ത് അവനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് നമ്മുടെ സമയവും കളഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ അവൻ പ്രതിഫലം കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ആസ്വദിക്കുക. അതുകൊണ്ട് പരിപാടി നിർത്തിയേക്കാൻ പറഞ്ഞു. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, നമ്മെ ഈ ലോകം ഉപദ്രവിക്കുമ്പോൾ നമുക്കുള്ള പ്രതിഫലത്തെ കുറിച്ച്, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വിലയെക്കുറിച്ചുള്ള ബോധ്യം കംപ്ലീറ്റ്ലി മറന്നുകൊണ്ടല്ല നമ്മൾ അതിനെ അഭിമുഖീകരിക്കേണ്ടത്. ഭയം ഉണ്ടാവുകയില്ലെന്നല്ല എന്റെ അർത്ഥം. ഭയമില്ല എന്ന് പറയുന്നത് ഒരുതരം കള്ളമാണ് എന്റെ വിചാരം. അതൊരു കള്ളമാണ്. ഭയം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ആ ഭയത്തിനെ മയപ്പെടുത്തുന്നത്, ആ ഭയത്തിനെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ് വിഷയം. ഈ അധ്യായത്തിൽ തന്നെ പ്രതിഫലത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ പിന്നീട് ആ വശങ്ങൾ തൊടുന്നതായിരിക്കും, അതുകൊണ്ട് ഇപ്പൊ അതിനെ തൊടുന്നില്ല. എന്നാൽ ആ പ്രതിഫലം ഓർക്കുമ്പോൾ
കർത്താവ് നമ്മളെ കാണുന്ന വിധം, നിങ്ങൾ എത്രയോ വിലയേറിയവരാണ്. ഞാൻ പറയുന്നത്, മരണത്തിനെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ കർത്താവിന് നമ്മളോടുള്ള വില കൂടുമെന്ന് എന്റെ വിചാരം. സ്തെഫാനോസ് മരിക്കാൻ നേരം പുത്രൻ കർത്താവായ യേശുക്രിസ്തു പിതാവിന്റെ വലത്തുഭാഗത്ത് നിന്നു എന്നാ പറയുന്നത്. ഇല്ലേ? അപ്പോൾ എല്ലായിടത്തും വലതുഭാഗത്ത് ഇരിക്കുക. സ്തെഫാനോസ് മരിക്കുമ്പോൾ സ്തെഫാനോസ് കർത്താവ് നിൽക്കുന്നു, ഇല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മൂല്യം വർദ്ധിക്കുകയാണ് അവിടെ. അപ്പൊ ഇന്നലെ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ച ഒരു കാര്യം, വാല്യൂ ഇൻ ഗോഡ്സ് ഹാർട്ട് ഗിവ്സ് വാലർ ഇൻ ദ ഫേസ് ഓഫ് ഡെത്ത്. മൂല്യം, അതായത് ദൈവത്തിന്റെ ഹൃദയത്തിൽ എനിക്കുള്ള മൂല്യമാണ് മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ എനിക്കുള്ള ധൈര്യം. ഞാൻ ആ കർത്താവിന് വേണ്ടി അതിനെ അഭിമുഖീകരിക്കുമ്പോൾ കർത്താവിനെ വലിയേറതായിട്ട് കാണുന്നു എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും അങ്ങനെ അതിന്റെ ബുദ്ധിമുട്ടുകൾ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞ, ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. എന്നാലും ജയിലിൽ പാടുവാൻ, കഷ്ടതയിലും പാടുവാൻ നമുക്ക് ഇടയാകേണ്ടത്. ഇങ്ങനെ വളരെ പ്രായോഗികമായിരിക്കുന്ന ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഇനിയുള്ള കാലത്ത് ഇറങ്ങിയേ പറ്റത്തുള്ളൂ. പിതാക്കന്മാരൊക്കെ ഭക്തന്മാരും ദൈവഭക്തന്മാരും ദൈവത്തെ ഭയപ്പെടുന്നവരും ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് അതിന്റെ അനുഗ്രഹം കിട്ടി എന്ന് നമ്മൾ പറയുന്ന വിധത്തിലുള്ള ഒരു പറച്ചിലുണ്ടല്ലോ. അത് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് അമേരിക്കയിൽ പോയി അല്ലെങ്കിൽ ഗൾഫിൽ പോയി, ഇപ്പൊ വലിയ വീടും പറമ്പും ഒക്കെ ആയി, അപ്പൊ പിതാക്കന്മാരുടെ ഭക്തി നിമിത്തം ഞങ്ങൾക്ക് ഇതൊക്കെ കിട്ടി. ഇനിയുള്ള കാലത്ത് അതല്ല പറയാൻ പോകുന്നത്. ഇനിയുള്ള കാലത്ത് എന്തുമായിരിക്കും? പിതാക്കന്മാരുടെ ഭക്തി നിമിത്തം ഈ സത്യം ഞങ്ങൾക്ക് അറിയാൻ ഇടയാവുകയും മരണത്തിന്റെ മുഖത്തും പുഞ്ചിരിയോടും കൂടെ അതിനെ അഭിമുഖീകരിക്കാൻ ഇടയായി എന്നായിരിക്കും ഇനി പറയേണ്ടത്. അതെല്ലാവരും ഒന്നും പറയുകയല്ല. അതിനുവേണ്ടിയാണ് നാം ഈ ദിവസങ്ങളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും ആവശ്യമുള്ള ഒരു സമയത്താണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം ശ്രദ്ധിപ്പാനായിട്ട് ഇടയായിട്ടുണ്ട്. ഇതിലൊക്കെ നമ്മുടെ മൂല്യത്തെ ശക്തമായി പറയുകയാണ്. വിശേഷത, അനേകം കുരുവികളെക്കാളും നാം വിശേഷതയുള്ളവരാണ്. ആ വിശേഷതയെ ഒന്ന് തൊടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ ഭയവും വിശേഷതയും കൂടെ ഒരുമിച്ച് നമ്മൾ കൊണ്ടുവരണം. ഭയപ്പെടുന്ന സമയത്ത് ആണ് വിശേഷതയെ കുറിച്ച് നമ്മൾ ഓർക്കുന്നത്. ഇനിയും വളരെ അത്യപൂർവമായിരിക്കുന്ന ഒരു വിശേഷത എന്റെ മനസ്സിൽ വരുന്നു. അതെന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നാട് മുഴുവനും കാനഡയും UK ആയിട്ട് അങ്ങ് പോവാല്ലേ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് ചോദിച്ചോട്ടെ, അധികം ചെറുപ്പക്കാരില്ലെങ്കിലും ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭയം വരുന്നുണ്ടോ? എല്ലാരും പോവാ, ഞാൻ മാത്രമേ ഇവിടെ നിൽക്കുക. ഭയമുണ്ടോ? അവസാനം ഞാൻ പുറകിലാകും, ഇവരെല്ലാരും മുമ്പിലാകും. കുടുംബമായി ജീവിക്കുന്നവരോട് കുടുംബത്തിലുള്ളവർ പറയുന്ന വാക്കുകളാണ് അതിനെക്കാട്ടിലും കട്ടിയുള്ളത്. നീ ഒക്കെ ഇവിടെ നോക്കി നിന്നോ, IELTS അത് ഇതൊക്കെ എഴുതി പോകാൻ നോക്ക്, താണ്ട് അവിടത്തെയും പോയി ഇവിടത്തെയും പോയി, നീ മാത്രം ഇവിടെ നിന്നോ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഭയം എന്തുവാ? ആ ഭയത്തിൽ നമുക്ക് വേണ്ടിയ ഒരു ദൈവിക ദർശനമില്ലേ? നമ്മുടെ വിശേഷത എന്ന് പറയുന്നത്, രണ്ടുപേര് UK പോയി കഴിയുമ്പോൾ നമ്മുടെ വിശേഷത തീർന്നു. അങ്ങനെയാണോ? ഞാൻ ആരാ? നമ്മൾ അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. 5 ചപ്പാത്തി തിന്നുന്നതിന് 5 ലക്ഷം ചപ്പാത്തി ബാങ്കിൽ വേണമെന്നില്ല. ആണോ? അല്ല, 5 ലക്ഷത്തിലൊന്നും ആരും നിൽക്കത്തില്ല, 5 കോടിയെ നിൽക്കുന്നില്ല. ഇനി 5 ചപ്പാത്തി ഇവിടെ കഴിക്കുന്ന എത്ര പേരുണ്ട്? എനിക്ക് കോടലി അറിഞ്ഞൂടാ, ഇവിടെ വന്ന് പരിചയപ്പെട്ട കോടലി എത്ര ചപ്പാത്തി കഴിക്കും? 2, 3, 5 ചപ്പാത്തി കഴിക്കുന്ന ആരെങ്കിലും? നല്ല ആരോഗ്യം, കഠിന അധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 5 ചപ്പാത്തി ഇന്നത്തെ കാലത്ത് കഴിക്കാൻ പറ്റൂ? ഈ 2 ചപ്പാത്തിക്കാണോ 3 ചപ്പാത്തിക്കാണോ UK പോകുന്നത്? അല്ല, കാര്യമായിട്ട് ഞാൻ ചോദിക്കുക, ഈ ഭയം സുബോധമുണ്ടോ നമുക്ക്? ഇതെന്നാ ഭയമാ? അപ്പോൾ എന്റെ മനസ്സിൽ കർത്താവ് തന്ന ഒരു ചിന്തയെ ഒന്ന് തൊട്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. എന്റെ കൂടെ ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ ഭയം ഉണ്ടായി എന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ വായിക്കാൻ പോവുകയാണ്. അബ്രഹാമിന്റെ സംഭവമാണ്.
അബ്രഹാം ലോത്തിനെ രക്ഷിക്കാനായിട്ട് പോകുന്ന സംഭവമാണ്. അവിടെ നമ്മൾ കാണുന്ന ഒന്നാമതായിട്ട് 14:8 വാക്യം ഒന്ന് വായിക്കാം. അതിനൊരു ചെറിയ ആമുഖം ലഭിക്കട്ടെ. 14:8. അപ്പോൾ സോദോം രാജാവും ഗോമോര രാജാവും അത്മാര രാജാവും സെബോയയും രാജാവും സോവർ എന്ന ബെലയിലെ രാജാവും പുറപ്പെട്ട് സിദ്ദീം താഴ്വരയിൽ വെച്ച് ഏലാം രാജാവായ കെദാലായോമർ, ജാതികളുടെ രാജാവായ തീദാൾ, ഷീനാർ രാജാവായ അമ്രാഫേൽ, എലാസർ രാജാവായ അരോക് എന്നിവരുടെ നേരെ പടനിരുത്തി. 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരുടെ നേരെ തന്നെ. 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരുടെ നേരെ. ശ്രദ്ധിക്കണം, ഈ സോദോം ഗോമോറയും കൂട്ടർ അവർ 5, അവര് അറ്റാക്ക് ചെയ്യാൻ പോയത് 4 പേരെയാണ്. അപ്പോൾ ഈ അറ്റാക്കിൽ ആര് തോറ്റു? സോദോമും കൂട്ടരും തോറ്റു. അപ്പോൾ ഇപ്പൊ ഈ 4 രാജാക്കന്മാർക്ക് ആ 5 രാജാക്കന്മാരുടെ സമ്പത്ത് മുഴുവനും കിട്ടി. അപ്പൊ മൊത്തം 9 രാജാക്കന്മാരുടെ സമ്പത്തുമായിട്ട് അവർ പോകുന്ന സമയത്താണ് അബ്രഹാം ചെന്ന് യുദ്ധം ചെയ്യുന്നതും ഇവരെ എല്ലാവരെയും തോപ്പിച്ച് മറ്റുള്ളവരെയൊക്കെ രക്ഷിച്ചുകൊണ്ട് വരുന്നത്. അപ്പൊ ഇപ്പൊ സമ്പത്ത് ഏകദേശം 9 രാജാക്കന്മാരുടെയാണ്. ആ 9 രാജാക്കന്മാരുടെ സമ്പത്തിനോടുള്ള ബന്ധത്തിൽ സോദോം പറയുന്നത് നമുക്കൊന്ന് വായിക്കാം. 21 വാക്യം. സോദോം രാജാവ് പറയുന്ന വാക്കുകൾ: അവന് അബ്രാം സകലത്തിലും ദശാംശം കൊടുത്തു. സോദോം രാജാവ് അബ്രഹാമിനോട് ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. ഈ സോദോം രാജാവിന് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. അബ്രഹാം 300 ശതമാനം ഗുസ്തിക്കാരെ കൊണ്ട് അല്ലെങ്കിൽ മല്ലന്മാരെ കൊണ്ടാണ് ഈ പരിപാടി ചെയ്തത്. അപ്പം അബ്രഹാമിനോട് വലിയ ബഹുമാനം, കാരണം ദൈവമാണ് അബ്രഹാമിലൂടെ അത് ചെയ്തതെന്ന് അറിയാം. മാത്രമല്ല ശാലേം രാജാവ് വന്ന് ദശാംശം അബ്രഹാമിൽ നിന്ന് മേടിക്കുന്ന ആ സംഭവങ്ങളൊക്കെ അവർ കാണുകയാണ്. അപ്പം രാജാവ് പറയുകയാണ്, നീ മുഴുവനും എടുത്തു. ഞാൻ ചോദിച്ചോട്ടെ, ഒരു ഊഹം പറഞ്ഞാൽ മതി. 9 രാജാക്കന്മാരുടെ സമ്പത്ത് ഇപ്പം ഉണ്ട്. എത്ര കാണും? 9 രാജാക്കന്മാരുടെ സമ്പത്ത് എത്ര കാണും? ഞാൻ അങ്ങ് ഊഹിച്ചു പറയാ. എനിക്ക് പറഞ്ഞുകൂടാ, നിങ്ങൾക്ക് അറിയാൻ മേലത്തോലെ എനിക്ക് പറഞ്ഞുകൂടാ. ഈ ഓരോ രാജാക്കന്മാരുടെ കയ്യിൽ 1 കോടിയെങ്കിലും, 9 രാജാക്കന്മാരുടെ 9 കോടിയെങ്കിലും, ഇനി 9 വേണ്ട, 4.5 കോടി അല്ലെ 5 കോടി എന്ന് ഇരിക്കട്ടെ. 5 കോടി എന്ന് വെച്ചാൽ എത്ര ലക്ഷമാണ്? 500 ലക്ഷമാണ്. 5 കോടി എന്ന് വെച്ചാൽ 500 കോടിയല്ല, 5 കോടി എന്ന് വെച്ചാൽ 500 ലക്ഷമോ? 500 ലക്ഷം. ഇത് വേണ്ടെന്ന് വെക്കുമ്പം ഒരു ചിന്ത വരത്തില്ലയോ? അതും അന്നത്തെ കാലത്ത് ഈ ആടൊക്കെ വളർന്ന് അതിനെ വിറ്റ് അതിനെ കറന്ന് അതിന്റെ എന്താ പറയുന്നത് വൂൾ, അതിന്റെ എന്താണ് പറയുന്നത് രോമമൊക്കെ വിറ്റ് കാശുണ്ടാക്കി ഇത് 1 കോടി ആക്കുക എന്ന് വെച്ചാൽ, പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് എന്റെ വെല്ലുവിളിച്ച് പറയുന്നത്, ഒരു തേങ്ങയ്ക്ക് 25 പൈസ കിട്ടുന്നത്. അപ്പം 100 രൂപ ഉണ്ടാക്കണമെങ്കിൽ എത്ര പൈസ വേണം? 400 തേങ്ങ വേണം 100 രൂപ ഉണ്ടാക്കണമെങ്കിൽ. അപ്പൊ അന്നത്തെ കാലത്ത് 1 കോടി ഉണ്ടാക്കണമെങ്കിലോ? അത് മനസ്സിലാക്കണം നമ്മള്. അപ്പോൾ വലിയൊരു സമ്പത്താണ് അബ്രഹാം അവിടെ വേണ്ടെന്ന് വെക്കുന്നത്. താഴെ എഴുതുന്നുണ്ട്, സോദോം രാജാവ് എന്നെ ധനികനാക്കി എന്ന് വരാതിരിക്കേണ്ടതിന് ഞാനൊരു ചെരുപ്പിന്റെ വള്ളി പോലും എടുക്കത്തില്ല. അത് അങ്ങനെ പറയുന്നതിന് വേറെ കാരണമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ അങ്ങനെ പറയുക. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ഇപ്പം ഇവിടെ ഒരു ഗവൺമെന്റ് റോഡ് വരുന്നു. അപ്പം ഇത് മനസ്സിലാക്കി നിങ്ങളിൽ ചിലർ 5 സെന്റ് വെച്ച് മേടിച്ചു. അത് വേണ്ട എന്ന് ഒരാൾ വെക്കുമ്പം അവർക്കെല്ലാം വലിയ തുക ഗവൺമെന്റ് കൊടുക്കാൻ പോവുകയാണെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുന്ന വ്യക്തിക്ക് എന്ത് സംഭവിക്കും? ഒരു വലിയ ഭയം ഉണ്ടാകും. അപ്പോൾ ഇതൊരു പ്രത്യേക ഭയമാണ്, പുറകിലായി പോകുന്നതിന്റെ ഭയം. പഠിക്കുന്ന കുട്ടികൾക്കും പുറകിലായി പോകുന്നതിന്റെ ഭയം, കൂടെയുള്ളവർ ജോലിക്ക് പോകുമ്പോൾ പുറകിലായി പോകുന്ന ഭയം. IAS ഓഫീസേഴ്സ് ആത്മഹത്യ ചെയ്യുന്ന കേട്ടിട്ടുണ്ടോ? എന്തിനാണെന്നറിയോ? ജൂനിയർ അവനെ വെട്ടി പ്രൊമോട്ടായി. ഡിസ്ട്രിക്ട് കോർട്ടിലെയും സ്റ്റേറ്റ് കോർട്ടിലെയും ഒക്കെ ജഡ്ജിമാര് ആത്മഹത്യ ചെയ്യുന്ന കേട്ടിട്ടുണ്ടോ? കാരണം ജൂനിയർ പ്രൊമോട്ടായി. ഭയം എല്ലാ തലങ്ങളിലും ഉണ്ട്. ശൗലിന്റെ ഭയം എന്തുമായിരുന്നു? ദാവീദ് കയറി വരുന്നു, മിക്കവാറും ദൈവം അവനെ
രാജാവാക്കും. ശൗലിന് ഉറക്കവുമില്ല, ഊണുമില്ല. ഈ ഭയം അബ്രഹാമിന് ഉണ്ടായിരുന്നോ ഇല്ലയോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഇല്ല. 15-ാം അധ്യായം 1-ാം വാക്യം വായിക്കും. അതിന്റെ ശേഷം അബ്രാമിന്റെ ഏതിന് ശേഷം? എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ സൊദോമിനെയും ഗൊമോറയൊക്കെ വിട്ടതിന് ശേഷം, അതിനുശേഷം ദൈവം അതിന്റെ ശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, അബ്രാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം. ഇതിനെ ഭയപ്പെടേണ്ട എന്ന് പറയുന്നത് പേടിക്കാത്തൊരു വ്യക്തിയോട് പേടിക്കണ്ടെന്ന് പറയണം. അതായത് ബുദ്ധിയുള്ള മനുഷ്യനുണ്ടാകുന്ന ഭയമാണ്. അതിന് കുഴപ്പമൊന്നുമില്ല. ആ ഭയം ഒരു പാപമാണെന്ന് ഞാൻ പറയുന്നില്ല. ഉടനെ അതിന് അബ്രഹാം ഒരു കാരണം കൊണ്ടാണ് അത് വേണമെന്ന് വെച്ചത്. ആ കാരണം വിശേഷതയുള്ള വിശ്വാസികൾക്ക് വേണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 10 പേർ UK പോകുന്നത് പാപമല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പക്ഷെ 11ാമത് നീ പോയില്ലെങ്കിൽ നിന്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഭയമുണ്ടല്ലോ, അതിനെ നീ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിയന്ത്രിക്കേണ്ടത് ഒരാവശ്യമാണ്. ആ ഭയം കൊണ്ടാണ് നീ UK പോകുന്നതെങ്കിൽ അത് പാപമാണ്. ഞാൻ പറയുന്നത് മനസ്സിലായോ? പുറം രാജ്യത്തിൽ പോയി ജോലി ചെയ്യുന്നത് പാപമെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ പലപ്പോഴും മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിൽ ദൈവം എന്നെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നു. ഇനി സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നവർ, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുകയാണെന്ന് മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ, അറിയുമ്പോൾ ആദ്യം അവരുടെ മനസ്സിൽ വരുന്ന ചിന്ത തന്നെ, എന്റെ മോൻ ഇനി എന്തോ എന്റെ മോൻ സുശേഷിക്ക് പോലെ വേലയ്ക്ക് പോയാൽ അവൻ നല്ല 1-ാം തരം ജോലി വിട്ടയച്ച സുശേഷ വേലയ്ക്ക് പോവാ. ഇനി അവൻ എന്താവും? അവൻ പുറകിലാവും. സുവിശേഷകന്മാർക്ക് പോലും തങ്ങളുടെ കുഞ്ഞുങ്ങൾ സുവിശേഷ വേലയ്ക്ക് പോകുമ്പോൾ അവർ എതിർക്കുന്നത് ഈ കാരണത്താലാ. പുറകിലായി പോകും. ആ ഭയമുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഇന്ന് ആയിരിക്കുന്നത് നടത്തിപ്പിനാലാണോ അതോ പോകാൻ പറ്റാത്തോണ്ടാണോ? ഞാൻ ഫോർട്ട് അസംബ്ലിയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ മൂപ്പൻ പറയുന്ന ഒരു കാര്യമുണ്ട്. Why do you worship here? Do you worship here because of convenience, or you worship here because you have a reason behind it? You have a guidance about it. ഒരു നടത്തിപ്പിനാലാണ് ഇവിടെ നിങ്ങൾ ആരാധിക്കാൻ വരുന്നത്, അതോ ഇവിടെ ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത ഈ സഭ അതുകൊണ്ട് അങ്ങോട്ട് പോയേക്കാവുന്ന ഞങ്ങൾ വിചാരിച്ചു കൺവീനിയൻസ് ആണോ? നിങ്ങൾ ആയിരിക്കുന്നിടത്ത് നിങ്ങൾ എന്തുകൊണ്ടായിരിക്കുന്നു? നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ എന്തുകൊണ്ട് വിവാഹം കഴിക്കുന്നു? നിങ്ങൾ ഈ ജോലി വിട്ട് മറ്റൊരു ജോലിക്ക് പോകുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ പോകുന്നു? ആ വിഷയത്തിൽ ദൈവ നടത്തിപ്പ് എന്താണുള്ളത്? കോവിഡ് വാക്സിൻ എടുക്കുന്ന സമയത്ത് ഞാൻ വളരെ ശക്തമായിട്ട് സൂം മീറ്റിങ്ങിലൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. എല്ലാവരും എടുക്കുന്നു എന്ന് വിചാരിച്ച് നമ്മൾ എടുക്കണമെന്നില്ല. എടുക്കുന്നത് പാപമാണെന്നുമല്ല. ലോകം മുഴുവനും എടുക്കുക. ലോകം മുഴുവൻ ആരുടെ കയ്യിലാണ് നമുക്കറിയാം? പിശാചിന്റെ കയ്യിലാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ പ്രാർത്ഥിച്ച് നടത്തിപ്പോടുകൂടെ ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു. ഇതിപ്പോ എല്ലാ ദിവസവും കോവിഡ് വാക്സിൻ എടുത്തവരുടെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. ഇന്നും ഞാനത് വായിച്ചു. പരസ്യമായിട്ട് കോർട്ടിൽ ആ കാര്യം അതിന്റെ നിർമ്മാതാക്കൾ സമ്മതിച്ചിരിക്കുന്നു. വളരെയധികം സൈഡ് എഫക്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഈ എന്റെ വചനം കേട്ടുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ തുടർന്ന് പ്രാർത്ഥിക്കാൻ ഇടയായവരെ പിന്നീട് പരിചയപ്പെടാനായിട്ട് എനിക്ക് ഇടയായിട്ടുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഒരു കാര്യം പാപമല്ലെങ്കിലും അത് എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് ഞാനും ചെയ്യണമെന്നാണെങ്കിൽ അത് ദോഷത്തരമാണ്. അപ്പോൾ അബ്രഹാമിന് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട. ഇനി ദൈവം ഒരു കാരണം പറയുന്നുണ്ട്. എന്തിനാ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞതിന്റെ കാരണം വായിച്ചാട്ടെ. അബ്രാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. I am your shield and I am your exceedingly great reward. അപ്പോൾ ദൈവം പ്രതിഫലമായിട്ടിരിക്കുക. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷയം ഇതാ, God my reward. അതിനെക്കുറിച്ച് പലയിടത്തും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് തപ്പിയെടുത്താൽ ആ ക്ലാസ്സുകൾ ലഭിക്കും. അത് എവിടെയും പ്രസംഗിക്കാൻ എനിക്ക് കൊതിയാ. ആരെങ്കിലും എന്നോട് അത് പ്രസംഗിക്കാനൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുക. ദൈവത്തെ പ്രതിഫലമായി കാണുക. ദൈവത്തെ എന്ന് നീ പ്രതിഫലമായി കാണും
അതായത് ദൈവമാണ് എന്റെ പ്രതിഫലം എന്ന് നിനക്ക് മനസ്സിലാകുന്ന ദിവസത്തിന് വേണ്ടി ദൈവം കാത്തിരിക്കുക. Can I be your reward? ഞാൻ നിന്റെ പ്രതിഫലമാകുന്നത് എന്നാ? ഡാഡി എനിക്ക് ബർത്ത്ഡേക്ക് എന്നാ കൊണ്ടു തന്നു, അല്ലെങ്കിൽ അച്ഛൻ എനിക്ക് ആനിവേഴ്സറിക്ക് എന്നാ മേടിച്ചു തന്നു. അന്നേരം അച്ഛൻ പറയാം, ഞാനല്ലേ നിന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. അന്നേരം സൗകര്യം എന്നാ പറയും, ഓ പിന്നെ ഒന്നും കൊണ്ടുവന്നില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു കാര്യം അബ്രഹാമിലുണ്ടായോ? അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ ഈ ദേശമെല്ലാം നിനക്ക് തരാം. അന്നേരം അബ്രഹാം എന്താ പറഞ്ഞേ? എനിക്കൊരു മകനില്ലല്ലോ, എന്റെ വീട്ടിൽ ജനിച്ച ആ ദാസന് ഇതെല്ലാം പോകും. അവിടെ രണ്ട് വിധത്തിൽ അതിനെ വ്യാഖ്യാനിക്കാം. ഒന്ന്, നീ എനിക്ക് എന്ത് തരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്റെ പ്രതിഫലമാണ്. ഇവിടെ തന്നെ അത് വായിക്കണം. കഴിഞ്ഞ താഴോട്ടൊന്ന് വായിച്ച് ഒന്ന് കഴിഞ്ഞിട്ടുള്ള ഭാഗം വായിച്ച്. അതിന് അബ്രാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എന്റെ അവകാശി ദമ്മേശേക്കുകാരനായ ഈ എലയാസർ അത്രേ എന്ന് പറഞ്ഞു. രണ്ട് വിധത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. ഒന്ന്, നീ വലിയ പ്രതിഫലമൊക്കെ ആണെന്ന് പറയുന്നത്, അതുകൊണ്ട് എനിക്കെന്നാ കാര്യം? എനിക്കൊരു കുഞ്ഞിനെ താ. അല്ലെങ്കിൽ ഈ കാണുന്നതല്ല ആർക്ക് പോകും? ഇപ്പൊ തന്നെ ഞാൻ ഒരു 9 കോടി വേണ്ടെന്ന് വെച്ചതേ ഉള്ളൂ. ആർക്കാ? ദമ്മേശേക്കുകാരനായ ഇവന് വേണ്ടി ഇതൊന്നും കൊടുക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ദൈവമേ, what use I have, what benefit I have if you are my reward. അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഞാൻ അങ്ങനെ പ്രസംഗിച്ചുമുണ്ട്. ദൈവം എന്നെ തിരുത്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മോനെ, അങ്ങനെയല്ല അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അബ്രഹാം അങ്ങനെയല്ല പറഞ്ഞത്. അബ്രഹാമിന് നമ്മളെക്കാട്ടിലും ഒക്കെ ബെറ്റർ കാൽക്കുലേഷൻസ് ഉണ്ടായിരുന്നു. അതിന്റെ 14-ന്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. അവൻ അവനെ അനുഗ്രഹിച്ചു, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥൻ, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് പൊസസർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയെയും സ്വർഗത്തെയും അവകാശമായുള്ളവൻ നിന്റെ അവകാശിയായി തീർന്നിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ദൈവം പറയണം, ഐ ആം യുവർ എക്സീഡിംഗ്ലി ഗ്രേറ്റ് റിവാർഡ്. അപ്പോൾ ഈ റിവാർഡ് അങ്ങോട്ട് കിട്ടിയതേ ഉള്ളൂ. എത്രാമത്തെ വാക്യത്തിൽ? 20-ാമത്തെ വാക്യത്തിൽ. 19-20-ാമത്തെ വാക്യത്തിൽ ഈ റിവാർഡ് അങ്ങോട്ട്, ക്ഷമിക്കണം, അതെ, 19-20-ാം വാക്യത്തിൽ ഈ റിവാർഡ്, ഈ സമ്മാനം, ഈ വലിയ പ്രതിഫലം കിട്ടിയതേ ഉള്ളൂ. അവിടെ എന്തോ പ്രതിഫലം? ദി പൊസസർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത് നിനക്കിരിക്കുക. ദി പൊസസർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത്, ആകാശത്തിന്റെയും ഭൂമിയുടെയും അവകാശിയായിരിക്കുന്നവൻ, അതിനെ കൈവശം വെച്ചിരിക്കുന്നവൻ നിന്റെ അവകാശമായി തീർന്നിരിക്കുക. അന്നേരമാണ് സോദോം ഗൊമോറയിലെ രാജാവ് പറയുന്നത്, എന്തുവാ ഇതെടുത്തോളാൻ. അപ്പൊ അബ്രഹാം എന്നാ പറയണം? അത് വേണ്ട, എനിക്ക് ഇപ്പം കിട്ടിയത് എന്തുവാന്ന് നിനക്ക് അറിയാമെങ്കിൽ നീ ഈ പീനട്സുമായിട്ട് എന്റെ അടുക്കൽ വരികയില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ അബ്രഹാം പറയാണ്, നീ എനിക്ക് എന്ത് തരും എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ എങ്ങനെ അതിനെ മനസ്സിലാക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവമേ, നീയാണ് എന്റെ പ്രതിഫലമെങ്കിൽ ആ പ്രതിഫലം അതിന്റെ വില അറിയാൻ മേലാത്ത ഒരു വ്യക്തിക്ക് പോകാൻ പോവുകയാ. അത് സംഭവിക്കരുത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? സാറയുടെ റിയൽ പ്രശ്നം എന്താണെന്ന് ഗലാത്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. സാറ പറയുന്നുണ്ട്, എന്താ, ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകന്റെ കൂടെ അവകാശിയാകുവാൻ പാടുള്ളതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആത്മാവിലാണ് ഇസഹാക്ക് ജനിച്ചതെന്ന് ഗലാത്യ ലേഖനം പറയുന്നു, ജഡത്തിലാണ് ഇസ്മായിൽ ജനിച്ചതെന്ന് ഗലാത്യ ലേഖനം പറയുന്നു. അതുകൊണ്ട് ആത്മാവിന് ലഭിക്കേണ്ട പ്രതിഫലത്തിന്റെ പങ്ക് ഈ ജഡത്തിൽ ജനിക്കുന്നവന് കിട്ടാൻ പാടില്ല. എന്തുവാ സാരയുടെ ഭയം? പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? കർത്താവിനോട് ഒരു സ്ത്രീ വന്ന് ചോദിച്ചു, സൗഖ്യത്തിനായിട്ട് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, കുഞ്ഞുങ്ങളുടെ അപ്പം, മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുമാറില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവം എന്റെ റിവാർഡ് ആയിരിക്കുകയാണ്. ഇനിയിപ്പോ വലിയ പ്രശ്നമായി. ഇത് ആർക്ക് പോകുമെന്നുള്ളത് ഇതുവരെ പ്രശ്നമില്ലായിരുന്നു. കുറെ ആടും മാടും കന്നുകാലിയും ഒട്ടകവും ഒക്കെ പോകാൻ പോവായിരുന്നു. അത് ഞാനങ്ങനെ സഹിച്ചു. പക്ഷെ ഇപ്പം ദൈവം എന്റെ റിവാർഡ് ആകാൻ പോകുന്നെങ്കിൽ അത് ആർക്ക് ലഭിക്കുമെന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ
ഭയത്തിന് ആത്മീകമായ ഒരു കാരണം, ഞാൻ വിശേഷതയുള്ളവനാണെന്ന് അബ്രഹാമിന് മനസ്സിലായി. എന്നിട്ട് ലോത്ത് അബ്രഹാമിന്റെ കൂടെ ഒന്നും വന്നില്ല. ലോത്ത് സോദോം ഗോമോറയ്ക്ക് പോയി. ലോത്ത് പണം കൊയ്യുകയായി. ഞാൻ വിചാരിക്കുന്നത് അബ്രഹാമിനെക്കാട്ടിലും ലോത്ത് പണം കൊയ്യുകയായിരുന്നു. കാരണം അവിടെ നല്ല പച്ചപ്പ. ഇവിടെ അടിയും പിടിയും നടത്തിയെങ്കിലേ ഈ ആടുകൾക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ അബ്രഹാം താമസിക്കുന്നിടത്ത്. എന്നാൽ അവിടെ നല്ല പച്ചപ്പ, ഏതൻ തോട്ടം പോലെ പച്ചപ്പ. എന്നാൽ ഈ പച്ചയിൽ സ്വന്തം പിച്ച വെച്ച കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന വിവരം ലോത്തിന് മനസ്സിലായില്ല. ഞാൻ ഒരു കാര്യം കൂടെ എല്ലാ ചെറുപ്പക്കാരോടും എല്ലാ മാതാപിതാക്കളോടും പറയാം. UK-യിലും കാനഡയിലും അമേരിക്കയിലും ഒക്കെ പോകുന്ന കുഞ്ഞുങ്ങൾ അവരെന്തുമാത്രം വഷളത്തരത്തിന്റെ മധ്യത്തിലോട്ടാണ് പോകുന്നതെന്നതിന്റെ ഒരംശം പോലും നമുക്ക് അറിഞ്ഞുകൂടാ. അവിടെ പലവട്ടം പോയ വ്യക്തി എന്ന നിലയിൽ ഒരാള് തന്ന റിപ്പോർട്ട് ഞാൻ പറയാം. എന്റെ ബ്രദറെ, എല്ലാം പോയി. എന്നാ പറ്റി? നമ്മുടെ പിള്ളേര് അവര് പോയിരിക്കുന്ന ഇടത്ത് ഉള്ള വഷളത്തരം, അതിന്റെ ആഴം, അതിൽ നിന്നൊരു കുഞ്ഞ് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പ്രിയമുള്ളവരെ, ലോത്തിന്റെ മക്കൾ അവർ ചെയ്തത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? സോദോം ഗോമോറ അവരെ എങ്ങനെ അവര് വിവാഹം കഴിക്കാൻ പോയായിരുന്നു. അവര് വ്യഭിചാരമോ അല്ലെങ്കിൽ എന്താ പറയുന്നത് സ്വവർഗ അങ്ങനെയുള്ള ബന്ധത്തിലോ അവർ പോയില്ല. പക്ഷെ അവർക്ക് ആക്സെപ്റ്റബിൾ ആയിരുന്നു ആ ജീവിത ശൈലി എന്നുള്ളതിന്റെ തെളിവാണ് പിന്നീട് താൻ അവരുടെ പിതാവുമായിട്ട് ആ വേഴ്ചയിലേക്ക് കടന്നു പോയപ്പോൾ വെളിപ്പെട്ട് വന്നത്. ശരിയാണോ? അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കി? സോദോം ഗോമോറ അബ്രഹാം വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു വന്നിരുന്നെങ്കിൽ സാറയോട് എന്നാ പറഞ്ഞേനെ? സാറേ പോയി. ലോത്തിനത് മനസ്സിലായില്ല. ലോത്തിന്റെ ഭാര്യയ്ക്കത് മനസ്സിലായില്ല. ലോത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് അതിനെ കുറിച്ചൊരു പിടികിട്ടി കാണത്തില്ല. പക്ഷെ അബ്രഹാം തിരിച്ച് സാറയോട് ഒരു വിസിറ്റ് കഴിഞ്ഞിട്ട് വന്നിരുന്നെങ്കിൽ പറഞ്ഞാനെ, സാറേ എല്ലാം പോയി. എന്നാ പറ്റി? ഉയ്യോ, അവിടുത്തെ വഷളത്തെ. ലോത്ത് പിടിച്ചു നിൽക്കും. ലോത്ത് ചിലപ്പം പിടിച്ചു നിൽക്കും. മക്കളുടെ കാര്യം പോക്കാ. ഞാൻ നിങ്ങളോടങ്ങ് പറയുക, ഇന്ന് വെച്ച് എല്ലാരും പോയെന്നാണോ എന്നൊക്കെ എന്നോട് ഇങ്ങോട്ട് ചോദിക്കരുതേ, എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ കർത്താവ് ഒരു കാര്യം പറഞ്ഞു. എവിടെ നിൽക്കണം, എവിടെ നടക്കണം, എവിടെ നിൽക്കണം, എവിടെ ഇരിക്കണം, ഇല്ലേ? ഇരിക്കരുതെന്നാ പറഞ്ഞേ. അപ്പോൾ എവിടെ ചെയ്യണമെന്നുള്ളത് മനസ്സിലായി. സങ്കീർത്തനം 1 അതേ തുടങ്ങുന്നേ. ക്രിസ്തീയ ജീവിതത്തിലെ ഒന്നാമത്തെ കാര്യമാണ് വേർപാടെന്ന് പറയുന്നത്. ചില ദേശത്തേക്ക് നമുക്ക് പോകാൻ കഴിയുകയില്ല പ്രിയമുള്ളവരെ. പലരും എന്നോട് നേവിയിൽ ചേരുന്നതിനെ കുറിച്ച് ചോദിക്കുകയും വലിയ താല്പര്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഞാൻ പരമാവധി അവരോട് അതിന്റെ ആത്മീക വശത്തിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഇടയായി തീർന്നു. ശമ്പളം കുറവാണെങ്കിലും മദ്യം ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്ഥലമാണ്. ഒരു തുള്ളി മേടിക്കാതെ, ഒരു തുള്ളി കൊടുത്താലും കാശ. ഒരിക്കലൊരു വിശ്വാസി, അദ്ദേഹം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് ഞങ്ങൾക്ക് തന്നത് ഇങ്ങനെയാണ്: ഞാൻ മദ്യം ഇപ്പൊ പാലാക്കുക. മദ്യം പാലാക്കുക, അതെങ്ങനാ? അത് സാറേ അതെങ്ങനെയാന്ന് ചോദിച്ചു. പുതിയ വിശ്വാസിയാ. ഈ മദ്യം വിൽക്കുന്ന പരിപാടി പട്ടാളക്കാർക്കുണ്ട്. കാരണം കുടിക്കാത്തവരെന്ത് ചെയ്യും? അവരത് വിറ്റ് മാരുതി കാറ് പോലും അന്നത്തെ കാലത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ചില സ്റ്റേറ്റിൽ ഇത് ബാൻ ചെയ്യും. ഉദാഹരണത്തിന് വിശാഖപട്ടണത്ത്, ആന്ധ്രയില് മദ്യം ബാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ വിലയായി. ഞാനൊക്കെ ട്രെയിനിൽ ആന്ധ്രയിലൂടെ കടന്നു പോയാൽ മതി, നമ്മളെ കാണുമ്പോഴേ പട്ടാളക്കാരനാണെന്ന് അറിയാം. അപ്പോൾ ഇവരങ്ങൾ ഇവര് കൂടിയിട്ട്, സാറേ എന്തെങ്കിലും സാറിന് പെട്ടിയിലുണ്ടെങ്കിൽ തരണം, 4 ഇരട്ടി 5 ഇരട്ടി 10 ഇരട്ടി തരാം, കേഴുക, കയ്യും കാലം പിടിക്കുക. നമുക്കറിയാം, അതായത് ഓക്സിജൻ കിട്ടാഞ്ഞിട്ട് കരയുന്ന കോവിഡ് പേഷ്യന്റിനെ പോലെ ഇവർ വാസ്തവത്തിൽ കരഞ്ഞ് ഞങ്ങളുടെ പുറകെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടൊക്കെ ഇത് വിറ്റ് കാശുണ്ടാക്കി ആ സീസണിൽ മാരുതിക്കാറ് മേടിച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് മാരുതിക്കാറേ ഉണ്ടായിരുന്നുള്ളൂ. ഇവര് വിചാരിക്കും ഇതെന്തോ സംഭവം. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, ഈ മനുഷ്യൻ ഞങ്ങളോട് പറയാണ്, ഞാൻ മദ്യം പാലാക്കുന്നുണ്ട്. അതെങ്ങനാ? അത് സാറേ, ഞാൻ മദ്യം മേടിക്കും, ഞാൻ കുടിക്കത്തില്ല, ഞാൻ കുടി നിർത്തി, ഞാൻ വിൽക്കലും നിർത്തി. ഈ മദ്യം നേരെ മിൽമാക്കാരുടെ കടയിൽ കൊണ്ട് കൊടുക്കും. അവൻ അതിന് പകരം 1 മാസത്തെ പാല് കഴിക്കും. കണ്ടോ? ഇപ്പൊ ഇത് കുഴപ്പമില്ലല്ലോ.
നിങ്ങൾ ഇതൊന്നും കേട്ടിട്ടുണ്ടാവില്ല, കാരണം ഇതൊക്കെ അവിടുത്തെ കഥകളാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ നിലയിലൊക്കെ നമ്മളെ ഇത് വശീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അബ്രഹാം വളരെ വ്യക്തമായി ബോധ്യമുള്ളവനായിട്ടാണ് ഒരു കാര്യം വേണ്ടെന്ന് പറഞ്ഞത്. അതിലുമേറെ ബോധ്യമുള്ളവനായിട്ടാണ് ദൈവത്തോട് എനിക്കൊരു മകനെ വേണം. എന്തിനാ ഈ മകനെ ചോദിച്ചപ്പോൾ പറയാണ്, ഈ അവകാശം എന്റെ കുഞ്ഞിന് തന്നെ ലഭിക്കണം. ആ ദർശനം തുടർന്ന് നമുക്ക് കാണാൻ കഴിയും. അബ്രഹാം വൃദ്ധനായി കഴിഞ്ഞപ്പോൾ ഒരു ചോദ്യം ചോദിച്ചോളൂ, അബ്രഹാം എത്ര മക്കളുണ്ടായിരുന്നു? 1. കൈകൊണ്ട് കാണിച്ചാൽ മതി. ശബ്ദം നിങ്ങളെ ഇങ്ങോട്ട് വരത്തില്ല, എനിക്കറിയാം. ബ്രദറുകാരുടെ ശബ്ദം ഇവിടം വരെ എത്തുകയാണ്. കൈകൊണ്ട് കാണിച്ചു. എത്ര പേരുണ്ടായിരുന്നു? 1 എന്നൊരാൾ കാണിച്ചു. അത് ശരി. ഇപ്പൊ വിരല് പോലും പൊക്കുകയില്ല. നമ്മൾ ഉൽപ്പത്തി 25 വായിക്കാമെങ്കിൽ ഈ 8 പേരുള്ളതായിട്ട് കാണാം. അബ്രഹാം എത്ര പേരുണ്ടായിരുന്നു? മൊത്തം 8 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. എന്നാൽ താൻ പ്രായമായപ്പോൾ, താൻ മരിക്കാൻ പോകാന്ന് മനസ്സിലായപ്പോൾ തന്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഓരോ ദാനങ്ങൾ കൊടുത്ത്, അല്ലെങ്കിൽ അവർക്ക് ധാരാളമായ സമ്പത്ത് കൊടുത്തിട്ട് ദൂരദേശത്തേക്ക് വിട്ടു. എന്നിട്ട് പിന്നെ എഴുതിയിരിക്കുന്നത് to Isaac he gave him all എന്നാണ്. ആ വാക്യം വേണമെങ്കിൽ ഒന്ന് വായിക്കാം. ഉൽപ്പത്തി 25 ഒന്ന് നോക്കിക്കേ. 25-ന്റെ 4-5 വായിക്കാം. മിഥ്യാന്റെ പുത്രന്മാർ ഏഫർ, ഹാനോക്ക്, അബീദ. 5-6 വായിക്കാം. 5-6. എന്നാൽ അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസ്ഹാക്കിന് കൊടുത്തു. അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. അവിടെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? Abraham gave all that he had to Isaac. ഐസക്കിന് തനിക്കുള്ള എല്ലാം കൊടുത്തു. But to the concubines, അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് Abraham gave gifts to the sons of the concubines. അതെന്താണ് എഴുതിയിരിക്കുന്നത്? എല്ലാം കൊടുത്തു എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഈ വെപ്പാട്ടികളുടെ അല്ലെങ്കിൽ കൂടെയുള്ളവർക്കുള്ള കുഞ്ഞുങ്ങൾക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് എങ്ങനെ പറയാൻ പറ്റും? മുഴുവൻ ഐസക്കിനല്ലേ കൊടുത്തത്? ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ 7 കുഞ്ഞുങ്ങൾക്കും മശിഹായെ കിട്ടത്തില്ല, ക്രിസ്തുവിനെ കിട്ടത്തില്ല. ക്രിസ്തു അവരിൽ ജനിക്കുകയില്ല. ആരിലെ ജനിക്കത്തുള്ളൂ? ഇസഹാക്കിലെ ജനിക്കത്തുള്ളൂ. പുത്രൻ ലഭിച്ചവന് എല്ലാം ലഭിച്ചു. പുത്രൻ ലഭിച്ചവന് ജീവൻ ലഭിച്ചു. പുത്രൻ ഇല്ലാത്തവന് ജീവനെ കാണുകയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസഹാക്കിനെല്ലാം കിട്ടി. കർത്താവ് വേറൊരു അർത്ഥത്തെ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരുവൻ ലോകം മുഴുവനും നേടിയാലും തന്റെ പ്രാണനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? അപ്പോൾ പ്രാണനെ നേടിയവൻ ലോകം മുഴുവൻ നേടിയവന് തുല്യമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ക്രിസ്തുവിനെ നേടിയവൻ സകലവും നേടി. അബ്രഹാം ഇസഹാക്കിന് വെച്ചിരിക്കുന്ന ഒരു പ്രതിഫലമുണ്ട്. അതെന്താണ്? അബ്രഹാമിന് ലഭിച്ച ആ പ്രതിഫലം അത് ഇസഹാക്കിന് കൊടുത്തു. അതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാവരെയും ദൂരദേശത്തേക്ക് വിട്ടു. കാരണം എന്താ? അതിന് ഈ അവകാശം അതുമായിട്ട് മിക്സ് ആകാൻ പാടില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്തുവാ? ഈ വിശേഷത മാത്രമേ ബോധ്യമുള്ളവരായി നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങളെ സഹായിക്കുകയുള്ളൂ. ഈ വിശേഷതയെ കുറിച്ച് നമുക്കൊരു പിടിയില്ല. നമ്മുടെ വിചാരം അവന് 10 കാശുണ്ടായാൽ നമ്മൾ പുറകിൽ പോയി ഇനിയിപ്പോ അവർക്കൊപ്പം നമ്മൾ ഓടണമെന്ന് നമ്മുടെ വിചാരം. സഹോദരന്മാർ, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിനെ കുറിച്ച് നിങ്ങൾക്കൊരു ബോധ്യമുണ്ടോ? നിങ്ങൾ നല്ല വസ്ത്രമാണ് ധരിക്കുന്നത്, പക്ഷെ എന്തുകൊണ്ടാണ് ധരിക്കുന്നത്? ബ്രദറെ, ഇവിടെ കൊട്ടാരക്കരയില്ലേ അങ്ങനൊന്നും ധരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണോ? ഞങ്ങളുടെ മൂപ്പം വലിയ സ്ട്രിക്റ്റ് ആ എന്റെ ബ്രദറെ, ഞങ്ങൾ പിന്നെ അങ്ങ് കീഴ്പ്പെട്ടൊക്കെ ജീവിക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ UK-ക്കും കാനഡയ്ക്കും അല്ല ബോംബെക്ക് വന്നാൽ പോലും നിങ്ങളുടെ വേഷം മാറാൻ സാധ്യതയുണ്ട്. ബോധ്യം അതിന്റെ പുറകിലുണ്ടായിരിക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾ വിശേഷതയുള്ളവരാണ് എന്ന കർത്താവ് പറയുമ്പോൾ നമ്മളെ ഗ്രഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഏതാ? ഈ യാക്കോബ് താന് 16-ലേക്ക് ഓടിപ്പോയി. അത് കഴിഞ്ഞ് താൻ അവിടുന്ന് തിരിച്ചു വരിക. 2 കൂട്ടമായിട്ട് 2 ഭാര്യമാർ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ സമ്പത്തൊക്കെ ആയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് കുറേയേറെ സമ്മാനം
ഈ ഏശാവിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഏശാവ് എന്തോ പറയുന്നത്? എന്തിനാ ഇതൊക്കെ? എനിക്ക് വേണ്ടുവോളം ഉണ്ട്. ഏശാവ് എന്തോ പറഞ്ഞെന്ന് മനസ്സിലായോ? നീ വലിയ അനുഗ്രഹമൊക്കെ തട്ടിപ്പറിച്ച് മേടിച്ച് ഇവിടുന്ന് രാത്രിക്ക് രാത്രി നീ ഇവിടുന്ന് ഓടി, നീ വലിയ മിടുക്കനായെന്നാണ് എന്റെ വിചാരം. ഞാന് ഇഷ്ടം പോലെ കൊയ്തു, എനിക്ക് ഒന്നിനും ഒരു കുറവുമില്ല. യാക്കോബിന് ശരിക്കും കിട്ടിയത് അതായിരുന്നോ? യാക്കോബ് അതിനു വേണ്ടിയാണോ ഏശാവിനോട് നിന്റെ ജ്യേഷ്ഠാവകാശം താ എന്ന് പറഞ്ഞത്? അതിനു വേണ്ടിയായിരുന്നോ? ഇതാണ് യാക്കോബിനുള്ള ബോധ്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏശാവ് പറയാണ്, ഞാൻ നിന്നെക്കാട്ടിലും മിടുക്കനായി, നീ വലിയ ഡിസപ്ഷൻ ഒക്കെ ചെയ്ത് അപ്പന്റെ അനുഗ്രഹം മേടിച്ച് എന്റെ ഈ ജ്യേഷ്ഠാവകാശം മേടിച്ചത് വെറുതെയായി എന്ന് പറയുമ്പോഴും യാക്കോബിന് അറിയാം എനിക്ക് കിട്ടിയത് നീ ഉദ്ദേശിക്കുന്നതല്ലെന്ന്. നമ്മൾ സുവിശേഷം പറയാൻ ചെല്ലുമ്പം പല സഭക്കാരും പല മതക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ ദൈവത്തെ ആരാധിച്ചിട്ട് ഞങ്ങൾക്ക് കുറവൊന്നുമില്ലല്ലോ, പിന്നെന്തിനാ ഞങ്ങൾക്ക് നിങ്ങളുടെ ദൈവം? അപ്പൊ എന്തിനാ അവർക്ക് അവരുടെ ദൈവം? കാശും വണ്ടിയും ജോലിയും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർക്ക് അവരുടെ ദൈവം. അത് തന്നെ ഈ സഭക്കാരും പറയുന്നേ. മറ്റു സഭകളിലുള്ളവർ നമ്മൾ സത്യസുവിശേഷമായിട്ട് ചെല്ലുമ്പോൾ ഞങ്ങൾ ഈ തെറ്റായ കാര്യങ്ങൾ ചെയ്ത് നടന്നിട്ട് ഞങ്ങൾക്ക് കുറവൊന്നുമില്ലല്ലോ. അപ്പൊ അവരോട് പറയണം, അതിനുവേണ്ടിയാണ് നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതെങ്കിൽ അത് വെറുതെ ആയിപ്പോവും. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അംഗീകരിച്ചാൽ പോലും വെറുതെ ആയിപ്പോവും. കാരണം ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുന്നത് ആദ്യം അവനെ വേണ്ടിയിട്ടാണ്. രക്ഷയെക്കാട്ടിലും ഉപരി വാസ്തവത്തിൽ നമ്മുടെ സന്തോഷം രക്ഷകനായിരിക്കണം. രക്ഷയെക്കാട്ടിലും ഉപരി വാസ്തവത്തിൽ നമ്മുടെ സന്തോഷം രക്ഷകനായിരിക്കണം. ഇന്ന് അമേരിക്കയിലുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിക്കുന്നത് അവളെ ഇഷ്ടപ്പെട്ട് അവളെ ജീവിത പങ്കാളിയാക്കാനാണോ, അതോ അവൾ താമസിക്കുന്നിടത്ത് എനിക്ക് എങ്ങനെയെങ്കിലും ചെന്ന് പറ്റാനാണോ? അപ്പൊ യേശുക്രിസ്തു സ്വർഗത്തില. യേശുക്രിസ്തുവിനെ സ്വീകരിച്ചാൽ എവിടെ പോവാം? കല്യാണം കഴിച്ചാൽ മതി. യേശുക്രിസ്തു മണവാളനായി കഴിഞ്ഞാൽ യേശുക്രിസ്തു ജീവിക്കുന്ന അമേരിക്കയിൽ എനിക്ക് ജീവിക്കാം. അതിനുവേണ്ടിയാണോ? ഇതൊക്കെ ദൈവത്തിന് മനസ്സിലാകത്തില്ലെന്നല്ല. എന്നാലും നീ കർത്താവിനെ സ്വീകരിച്ചാൽ കർത്താവ് അത് അംഗീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഇവനങ്ങ് രക്ഷപ്പെടട്ടെ. പിന്നെ ഞാൻ എത്ര നല്ല മണവാളനാണെന്ന് ഇവൻ അറിയും. അന്നേരം ഇവൻ എന്നെ സ്നേഹിച്ചു തുടങ്ങും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം നമ്മൾ പലവരും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പോകാൻ, അല്ലെ ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ട് അമേരിക്ക പോകാനായിട്ട് എന്ന് പറയുന്നത് പോലെയാണ് രക്ഷിക്കപ്പെടുന്നത്. എന്നാൽ അതിന് ശേഷമെങ്കിലും ആ ആത്മീയ വിവാഹത്തിൽ ഒരു 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 പുരോഗമനം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആട്ടെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇസഹാക്ക് അറിയാതെയാണ് യാക്കോബിനെ അനുഗ്രഹിച്ചത്. പിന്നെ അറിഞ്ഞുകൊണ്ട് അനുഗ്രഹിച്ചെന്നോ ഇല്ലെന്നോ ഒന്ന് രണ്ടുപേരും ഇവിടെ ഉത്തരം തരുന്നുണ്ട് എനിക്ക്. സഹോദരിമാരെ, അനുഗ്രഹിച്ചോ ഇല്ലയോ? ഇസഹാക്ക് അറിഞ്ഞുകൊണ്ട് യാക്കോബിനെ അനുഗ്രഹിച്ചോ ഇല്ലയോ? അതൊന്ന് ഒരു വാക്യം വേണേ വായിച്ചേക്കാം. 28:1 വായിച്ചു. അനന്തരം ഇസ്ഹാക്ക് യാക്കോബിനെ വിളിച്ച് അവനെ അനുഗ്രഹിച്ചു. അവനോട് ആജ്ഞാപിച്ചു. അനന്തരം ഇസ്ഹാക്ക് യാക്കോബിനെ വിളിച്ച്, നേരത്തെ വിളിക്കാതെയാ, 27 ചലിച്ചാണ് മേടിച്ചത്, 28 വിളിച്ചനുഗ്രഹിച്ചു. അപ്പൊ മാനസാന്തരപ്പെട്ടത് ഇസ്ഹാക്കോ യാക്കോബോ? ആരാ തിരുത്തിയത്? ഇസഹാക്ക. അപ്പൊ മാനസാന്തരപ്പെട്ടത് ഇസഹാക്കോ യാക്കോബോ? ഇസഹാക്കിനാണ് തെറ്റുപറ്റിയത്. യാക്കോബ് അത് ചെയ്തത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഇസഹാക്കിന്റെ തെറ്റാണ് ഇസഹാക്ക് തിരുത്തിയത്. യാക്കോബ് അവരുടെ അവകാശി തന്നെയാണ്. യാക്കോബ് അവകാശിയാണോ? അവിടെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ എനിക്ക് ആകെ ഇപ്പൊ പേരറിയാവുന്ന ഗോൾലിയുടെ ഉള്ളൂ. ഗോൾലിക്ക് ഒരു എന്താ പറയുന്നത്, ഒരു സ്വിഫ്റ്റ് കാർ ഉണ്ടെന്ന് ഇരിക്കട്ടെ. അപ്പൊ ഞാനത് വിലക്ക് മേടിച്ചു. ഓക്കെ, ഞാൻ വിലക്ക് മേടിച്ചു. 2 ലക്ഷം രൂപ കൊടുത്തു. ഗോൾലിയുടെ കയ്യിൽ നിന്ന് ആ സ്വിഫ്റ്റ് കാർ ഞാൻ മേടിച്ചു. അപ്പൊ ഇനി ഈ കാർ ആരുടെ ഞാൻ ചോദിക്കുമ്പം ഗോഡ്ലിയുടെ ആണെന്ന് ഞാൻ പറയണോ അതോ എന്റെ ആണെന്ന് പറയണോ?
എന്റെയാന്ന് പറയല്ലേ? എന്തോ യാക്കോബ് വില കൊടുത്ത് മേടിച്ചത്? ജ്യേഷ്ഠാവകാശം. അപ്പം യാക്കോബിനെയും ഞാൻ ഇളയവനാന്ന് പറയണോ? എന്തോ യാക്കോബ് പറയണ്ടേ? അതെ, ആ ക്രയവിക്രയം, ആ മേടിച്ചത് സ്വർഗം അംഗീകരിച്ചോ? അത് രജിസ്റ്റർ ചെയ്തോ? ഇപ്പം സ്വിഫ്റ്റുകാരൻ മേടിക്കും, നമ്മൾ എന്ത് ചെയ്യണം? ഗവൺമെന്റില് രജിസ്റ്റർ ചെയ്യണം, പേര് മാറ്റണം അല്ലേ? അങ്ങനെ സ്വർഗത്തിൽ അത് രജിസ്റ്റർ ചെയ്തോ ആ വിൽപ്പന? എന്തോ അഭിപ്രായം? എന്തോ പറഞ്ഞേ? ഇങ്ങനെ ഏശാവ് തന്റെ ജ്യേഷ്ഠാവകാശം ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം, അഭക്തനായ ഏശാവ് ഒരു ഊണിന് വേണ്ടി തന്റെ ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കി എന്ന എബ്രായ ലേഖനകാരൻ പറയുമ്പോൾ സ്വർഗം അത് രജിസ്റ്റർ ചെയ്തു എന്നല്ല എന്റെ അർത്ഥം. അപ്പൊ ഇനി യാക്കോബ് എന്തോ പറയണ്ടേ? ഞാൻ മൂത്തവനാണോ ഇളയവനാണോ? യാക്കോബ് ചതിയനാണെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? ഇസ്ഹാക്ക് പറഞ്ഞിട്ടുണ്ടോ? വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതോ ഏശാവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? നമ്മൾ യാക്കോബ് ചതിയനാന്ന് പറയുമെങ്കിലും ഏശാവാണ് യാക്കോബ് ചതിയനാന്ന് പറയുന്നത്. അവൻ കാശ് മേടിച്ചിട്ട്, അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഗോൾഡിന്റെ കയ്യിൽ നിന്ന് സ്വിഫ്റ്റ് കാർ ഇങ്ങോട്ട് മേടിച്ചു, 2 ലക്ഷത്തിന് മേടിച്ചു, എന്നിട്ട് അപ്പുറത്ത് പോയി 5 ലക്ഷത്തിന് വിറ്റു. ഗോൾഡിലേക്ക് എന്നാ ഫീൽ ചെയ്യും? എന്നെ പറ്റിച്ചോ? ഞാൻ കാശ് കൊടുത്തു, അദ്ദേഹം ചോദിക്കുന്ന പണം കൊടുത്തു, അങ്ങനെ വസ്തു വിൽപ്പനയൊക്കെ നടക്കും അല്ലേ? നമ്മൾ 5 ലക്ഷം കൊടുക്കുന്നു, അപ്പുറത്ത് 5 കോടിക്ക് വിൽക്കുന്നു. ഉടനെ ഈ 5 ലക്ഷം കിട്ടിയ ആളെല്ലാം പറയും, അയ്യോ ഞങ്ങളെ പറ്റിച്ചു. അതാണ് ഏശാവ് പറയുന്നത്. അപ്പോൾ ഇനി അവിടെ തന്നെ ഏശാവ് പറയാണ്, എന്നെയും കൂടെ അനുഗ്രഹിക്കണേ. അതെന്തുവാ? അതാണ് ഭയം. അതാണ് ഏശാവിന്റെ ഭയം. എന്തുവാ? യാക്കോബിനി വലിയ പണക്കാരനാകും, ഞാൻ എന്തോ ആവും? ഞാൻ പാപ്പറാവും. അയ്യോ എന്നെയും കൂടെ അനുഗ്രഹിക്കണം. വലിയ കരച്ചില. ആ കരച്ചിൽ ഏശാവുമാർ കരയട്ടെ. നിങ്ങളുടെ ഹൃദയത്തിലെ ആശങ്കകൾ, ഭയങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവിക വചനത്തിന്റെ നടത്തിപ്പിനും അനുസരിച്ച് വരും ദിവസങ്ങളിൽ ക്രമീകരിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഏറിയ കുരികളിനെക്കാട്ടിലും നിങ്ങൾ വിശേഷതയുള്ളവരാണ്. ആ വിശേഷത ദൈവത്തിന്റെ ഹൃദയത്തിൽ നമുക്കുള്ള വിശേഷതയാണ്. ആ വിശേഷത ജീവിതത്തിൽ ധനമുണ്ടാകുന്നതും കുറയുന്നതും, കുടുംബജീവിതത്തിൽ, തീരുമാനങ്ങളിൽ, ഡിപ്പാർട്ട്മെന്റിൽ, പ്രൊമോഷനിൽ, എല്ലായിടത്തും ബാധകമാണ്. നമ്മൾ ആദ്യം കണ്ടത് അത് മരണത്തിനെ അഭിമുഖീകരിക്കുമ്പോൾ പോലും ബാധകമാണ്. അങ്ങനെയാണ് ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളെയും നേരിടുവാനുള്ള ആ ഗൽപ്പ ശക്തി നമുക്ക് ലഭിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ പാരമ്യമാണ് ഈ 10-ാം അധ്യായത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അതായത് നിങ്ങളെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, നിങ്ങൾ വിശേഷതയുള്ളവരാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ഹൃദയത്തിൽ വിശേഷതയുള്ളവരായി ഇരിക്കുമ്പോൾ മരിക്കുമ്പോഴും നിങ്ങൾക്ക് തൃപ്തിയോടെ, ധൈര്യത്തോടെ മരിക്കാനായിട്ട് കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തുടർന്ന് ദൈവവചനം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, മരിക്കുകയാണെങ്കിൽ ദൈവത്തിന് വേണ്ടി മരിക്കണം. അതാണ് ഏറ്റവും ഉത്തമമായ മരണം. ആ നിലയിൽ നമുക്ക് ഈ ക്ലാസ് മുമ്പോട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ ഇന്ന് ഞാൻ കുടുംബത്തെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ അബ്രഹാമിനെ കണ്ടു, അബ്രഹാമിന്റെ സമ്പദ് വ്യവസ്ഥ, അബ്രഹാമിന്റെ കുടുംബജീവിതം, ലോത്തിന്റെ കുടുംബജീവിതം. അത് കഴിഞ്ഞിട്ട് അബ്രഹാം ആ സമ്പത്തിനെ ഇസഹാക്കിനും തന്റെ മക്കൾക്കും കൊടുക്കുന്ന വിധം നമ്മൾ കാണുകയാണ്. അതായത് ജീവിതത്തിന്റെ ബോധ്യങ്ങൾ ദൈവിക കണ്ണുകളിലൂടെ നാം പ്രാപിക്കുമ്പോൾ ജീവിതത്തിലെ പല ഭയങ്ങളും അതിന് അടിസ്ഥാനമില്ലാതെ പോവുകയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് ഇതെല്ലാം, ദൈവം മുഴുവൻ സൃഷ്ടിച്ചു, ദൈവം ഇതെല്ലാം ചെയ്യുന്നു. ഈ ചരിത്രത്തിലൂടെ ദൈവം മനുഷ്യന്റെ അരികിലൂടെ ചേർന്ന് നടക്കുകയാണ്. ഇസ്രായേലിനെ എടുത്തുകൊണ്ട് വരുന്നു, കർത്താവ് വരുന്നു. ഇതെല്ലാം എന്തിനാ? ദൈവത്തിന് എന്തോ വേണ്ടി? മൊത്തത്തിൽ പറഞ്ഞാൽ ഈ ദൈവം ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെ ആകത്തുകയായിട്ട് ദൈവത്തിന് എന്തോ വേണ്ടി? 1 കൊരിന്ത്യർ 3:9 വാക്യം വായിക്കും. 1 കൊരിന്ത്യർ 3:9. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. നിങ്ങൾ ദൈവത്തിന്റെ കൃഷി. നിങ്ങൾ ദൈവത്തിന്റെ കൃഷി. മതി, താങ്ക് യു. നിങ്ങൾ ദൈവത്തിന്റെ കൃഷി. എനിക്കിത് വലിയ ഇഷ്ടമാണ്. കാരണം എല്ലാവർക്കും ഓരോ കൃഷിയുണ്ട്, ഓരോ തൊഴിലുണ്ട്, ഓരോ പ്രൊഫഷനുണ്ട്.
ഈ പ്രൊഫഷനൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മളെ ഒരു ഡിഗ്നിറ്റിയും കൂടെ മനസ്സിൽ വെക്കും, അല്ലേ? ഡിഗ്നിറ്റിയും കൂടെ മനസ്സിൽ വെക്കും. അപ്പൊ നമ്മുടെ നിലവാരത്തിനും നമുക്ക് ലഭിക്കേണ്ടിയ ഒരു സ്ഥാനം സമൂഹത്തിലുണ്ട്. അതിനെയും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഓരോ തൊഴിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ തൊഴിൽ, ദൈവത്തിന്റെ കൃഷി, അതിന്റെ നിലവാരം നോക്കിക്കുക. ദൈവം എന്താ കൃഷി ചെയ്യുന്നത്? നിങ്ങൾ ദൈവത്തിന്റെ കൃഷി. അപ്പൊ ദൈവത്തിന് എന്തുവാ കൊയ്യേണ്ടിയേ? മനുഷ്യരെ. ആ ഡിഗ്നിറ്റി മനസ്സിൽ വെച്ചോണ്ടാണ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നത്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. മീൻ പിടിച്ചു കഴിയുമ്പോൾ അത് ചാവും. നിങ്ങൾ മനുഷ്യരെ പിടിച്ചാൽ അവർ ജീവിക്കും. നിങ്ങൾ മീൻ പിടിച്ചാൽ നിങ്ങളും നാറും, മീനും നാറും, അല്ലേ? എന്നാൽ നിങ്ങൾ മനുഷ്യരെ പിടിച്ചാൽ നിങ്ങൾക്കും സുഗന്ധം ഉണ്ടാകും. നിങ്ങൾ ജ്യോതിസികളെ പോലെ വെട്ടിത്തിളങ്ങും. മാത്രമല്ല അവരും സുഗന്ധമുള്ളവരായിട്ട്. നിങ്ങൾ മീനിനെ പിടിച്ചാൽ ഓരോ നിമിഷവും ആ മീനിന്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുക. അത് അവസാനം പഴുത്ത് അതിന് തീരെ വിലയില്ലാതാകും. എന്നാൽ നിങ്ങൾ മനുഷ്യനെ പിടിച്ചാൽ അവൻ ഏറ്റവും വിലയുള്ളവനായി തീരും, വിശേഷതയുള്ളവനായി തീരും. അപ്പോൾ ഞാൻ നിങ്ങളെ മനുഷ്യനെ പിടിക്കുന്നവരാക്കാം. പ്രിയമുള്ളവരെ, ഞാൻ എല്ലാവരോടായിട്ട് പറയട്ടെ, നിങ്ങൾക്ക് ഈ തൊഴിലിന്റെ, ഈ ലക്ഷ്യത്തിന്റെ, ഈ കൃഷിയുടെ മഹത്വം അറിയാമോ? ഞാൻ പറയുന്നത് എല്ലാ തൊഴിലും ചെയ്യുമ്പോഴും ചെയ്യേണ്ടത് ഇതാണെന്ന് മനസ്സിൽ വെച്ചോണം. അതുകൊണ്ട് എവിടെ പോയാലും നിങ്ങളുടെ മെയിൻ തൊഴിൽ മനുഷ്യരെ പിടിക്കുന്നവരാണ്. ഞാൻ വിശ്വസിക്കുന്നത് മനുഷ്യരെ പിടിക്കുക എന്ന കർത്താവ് പറഞ്ഞ മെയിൻ തൊഴിൽ ചെയ്യാൻ വേണ്ടി ആയിരിക്കണം നാം ചെറിയ തൊഴിലുകളൊക്കെ ചെയ്യുന്നത്. ഞാൻ ഇന്നും ഓർക്കുന്നു, എൻ്റെ 2 മക്കൾ ഫിസിയോതെറാപ്പിക്ക് വേണ്ടി പഠിക്കാൻ പോയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ ഒരു വാക്കുണ്ട്. മക്കളെ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് പാസ്സാവുന്നത്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ പാസ്സാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ MBBS ഡോക്ടർ, തോറ്റ MBBS ഡോക്ടറെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? MBBS ഡോക്ടർ പഠിക്കാനായിട്ട് പോയി, 4-4.5 വർഷം പഠിച്ചു, അല്ല 5.5 വർഷം പഠിച്ചു, അന്ന് തോറ്റച്ച് തിരിച്ചു വന്നു. അങ്ങനെ ഒരു MBBS, ഇഷ്ടംപോലെ വിഷയങ്ങളൊക്കെ പോയി കാണാം. പക്ഷെ എങ്ങനെയും MBBSന് പോയാൽ എന്ത് ചെയ്യും? അങ്ങനെ എത്ര വട്ടം തോറ്റ ഡോക്ടർമാരാണ് നമ്മളെ നോക്കുന്നതെന്ന് അറിയാവോ? അല്ല, അത് ഭയങ്കര അതിശയമാണ്. ഞാൻ ഒരിക്കൽ ഹരീഷ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഡോക്ടറിന്റെ കൂടെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനെ കാണാനായിട്ട് പോയി. അപ്പൊ അവര് ഒരുമിച്ച് പഠിച്ച് വളർന്നവരാ. അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കണം. എനിക്ക് ഈ വിഷയം പോയായിരുന്നു, എനിക്ക് ആ വിഷയം, ഞാൻ 3 വട്ടം എഴുതിയിട്ടാ ഈ വിഷയം പാസ്സായ, ഇപ്പോ ആള് കോളേജ് ലെക്ചററൊക്കെയാണ്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, ഫിസിയോതെറാപ്പി നീ എങ്ങനെയൊക്കെ പാസ്സാവും. എന്നാൽ ഈ പഠനത്തിന്റെ മധ്യേ കർത്താവിന്റെ സാക്ഷിയായി നിൽക്കുകയും ഒരാത്മാവിനെ കഴിയുമെങ്കിൽ നേടുകയും വേണം. ഇത് നിന്റെ സൈഡ് ബിസിനസ്സാ, ഈ പഠിത്തവും പ്രൊഫഷനും ഒക്കെ. നിന്നെ ദൈവം ഭൂമിയിൽ വെച്ചിരിക്കുന്നത് മനുഷ്യനെ പിടിക്കാനാണ്. ആ ഭാഗത്തേക്ക് നമുക്ക് പിന്നീട് വരാൻ സാധിക്കും. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ദൈവത്തിന്റെ കൃഷിയാണ് മനുഷ്യാത്മാവ്. നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, അത് മനസ്സിലാക്കണം. ഒന്നാമത്. രണ്ടാമത്, ആ കൃഷിക്കായിട്ട് ദൈവം ആദമിനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ എന്തും കൂടെ വേണമെന്ന് ദൈവത്തിന് മനസ്സിലായി. മനസ്സിലായി എന്ന് പറയുന്ന വാക്ക് ശരിയല്ല, ഹൗവ വേണമെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആദമും ഹൗവയും അവരെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനെ കൃഷി ചെയ്യുവാൻ, മനുഷ്യനെ നേടുവാൻ, മനുഷ്യനെ കൊയ്യുവാൻ ആഗ്രഹിക്കുന്ന പ്രപഞ്ച കൃഷിക്കാരൻ എന്താണ് ഇവരിൽ നിന്നും ആഗ്രഹിക്കുന്നത്? നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി ഭൂമി മുഴുവനും നിറയണം. അതിന് ഇന്ന് മാറ്റമുണ്ടോ? അല്ല, നമ്മൾ ബ്രദറുകാരൊക്കെ തെളിയിക്കുന്നത് ഈ ഒറ്റയും പെട്ടയും കുഞ്ഞുങ്ങളായിട്ട് നടക്കുമ്പോൾ അതിന് മാറി. പുതിയ നിയമത്തിൽ അങ്ങനെയല്ല ബ്രദറെ. ആ ഒരു മട്ടിലാണ് നമ്മളിപ്പോ കുടുംബജീവിതം നയിക്കുന്നത്. എന്ത് പറയുന്നു? എനിക്ക് വളരെ വളരെ ഇഷ്ടമുള്ളൊരു വാക്യം രൂത്തിലുണ്ട്. രൂത്ത് 4:12 വായിച്ചു. അതിന് പട്ടണവാതിക്കൽ ഇരുന്ന പട്ടണവാതിക്കലുള്ളവർ സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത് ഞങ്ങൾ സാക്ഷികൾ തന്നെ നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലെയും ആക്കട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്.
താങ്ക് യു. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതത്. ഇസ്രായേലിനെ ഇസ്രായേൽ ആക്കിയതിന്റെ ക്രെഡിറ്റ് ആർക്കാ പോയത്? റാഹേലിനും ലേയ്ക്കും. നിങ്ങൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കുമ്പോൾ, കുടുംബജീവിതത്തിൽ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ അതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. പ്രത്യേകിച്ച് വിശ്വാസ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ. കാരണം ഇസ്രായേൽ ഗ്രഹം പണിതിട്ടേ പ്രയോജനമുള്ളൂ. മോവാബ് അവിടെ കിടന്ന് ഭയങ്കര പണിയാ. മോവാബും കനാന്യരും ഒക്കെ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നുണ്ട്. വല്ല ഗുണമുണ്ടോ ദൈവത്തിന്? ഇസ്രായേൽ മക്കൾ വളരുമ്പോഴാണ് ദൈവത്തിന് പ്രയോജനം. കാരണം അവരെ കൊയ്യുവാൻ ദൈവത്തിന് കഴിയും. ഇത് നമ്മൾ കാണുന്നുണ്ടോ? നിങ്ങൾ വിശേഷതയുള്ളവർ എന്ന് നിങ്ങൾ ദൈവിക കണ്ണുകളിലൂടെ കാണുന്നില്ലെങ്കിൽ, ഞങ്ങൾ ഈ കുടുംബജീവിതമൊക്കെ ജീവിച്ച് പിള്ളേരെയും വളർത്തി അവരെയും തീറ്റി പോറ്റി, പിന്നെ എന്താ പറയുന്നേ, ഈ മെനക്കെട്ട പരിപാടി, ഇത് ബ്രദറെ കല്യാണം കഴിച്ച ഫ്രീ ആയിരിക്കും. ഞാനിവിടെ പറയുന്നത് ശരിയാണോ പറഞ്ഞൂടാ. 4 or 5 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇന്ന് യാദൃശ്യമായി പറഞ്ഞതാ, കൊച്ചു കുഞ്ഞ, ഐ ഡോണ്ട് ലൈക്ക് ദ നെക്സ്റ്റ് ജനറേഷൻ. ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് മാരീഡ്. ഐ ഡോണ്ട് വാണ്ട് ടു സ്ട്രഗിൾ ഇൻ അനദർ മാൻസ് കിച്ചൺ. ഞങ്ങൾ എല്ലാവരും കൂടെ ചോദിച്ചു, മോക്കിത് എവിടുന്ന് മനസ്സിലായി? I found myself. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ദൈവിക ദർശനം എന്തുവാ? പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ഭാര്യമാരുടെ ബന്ധത്തിൽ, നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ ബന്ധത്തിൽ ഇതിനൊരു മാറ്റം ഉണ്ടാകണ്ടേ? റാഹേലിനെ ലേയം പോലെ ആക്കട്ടെ. അവരല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതത്. അബ്രഹാമിന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പം ദൈവത്തിന് ഭയങ്കര കോൺഫിഡൻസാ. ഇവൻ എന്റേതാകും. നോക്കിക്കോ, ഇവനെങ്ങും പോകത്തില്ല, ഇവൻ എന്റേതാകും. ഒന്ന് വായിച്ചേ, ഉൽപ്പത്തി 18. കോൺഫിഡൻസ് ഓഫ് ഗോഡ് അബൌട്ട് എബ്രഹാം. ഉൽപ്പത്തി 18, 17 മുതൽ 19 വരെ ഒന്ന് വായിച്ചേ. അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിന് മറച്ചു വെക്കുമോ? അബ്രഹാമിന് ഞാൻ മറച്ചു വെക്കത്തില്ല. ഞാൻ ചെയ്യാനിരിക്കുന്ന അബ്രഹാമിനോട് മറച്ചു വെക്കുകയില്ല. അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും, അബ്രഹാം വലിയൊരു ജാതിയായി തീരും. അവനിൽ ഭൂമിയിലെ ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ. അവനിലൂടെ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത്, അവന് നിവർത്തിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടക്കുവാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അബ്രഹാമിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ കോൺഫിഡൻസ് തന്നെ, അവൻ അവന്റെ മക്കളെ എന്റെ വഴിക്ക് നടത്തും. ഇവനെ മക്കളെ കൊടുക്കാൻ എനിക്ക് ഇഷ്ടമാണ്. നമ്മൾ കുടുംബജീവിതം ജീവിക്കുമ്പോൾ, നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ, അതിന്റെ എണ്ണം തിട്ടപ്പെടുത്തുമ്പോൾ, ഇത്ര മതി എന്നൊക്കെ പറയുമ്പോൾ ദൈവം എവിടെയും ഉണ്ടോ ആ തീരുമാനത്തിൽ? എന്നാൽ ഇന്നും ആ ദർശനമുള്ളവരുണ്ട് കേട്ടോ. ഇന്നും 4ഉം 5ഉം കുട്ടികളെ പ്രസവിക്കുന്നവരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇന്നും 9 ആണോ 10 ആണോ പ്രസവിച്ച ഇപ്പോഴും ഉള്ള കുടുംബങ്ങളെ എനിക്കറിയാം. കുറെ ആളെ കൂട്ടാനല്ലേ ഇപ്പൊ കത്തോലിക്ക സഭയും മറ്റ് മതക്കാരും ഒക്കെ പറയുന്നുണ്ട്, നമ്മുടെ പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുക, അതുകൊണ്ട് ആളെ കൂട്ടണം, അതുകൊണ്ട് നിങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കാശ് തരാം. ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്. ദൈവത്തിന്റെ ദൈവ ഭവനത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായെങ്കിലേ അവർ ദൈവത്തിന് ലഭിക്കുന്നുള്ളൂ. മറ്റുള്ളവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഈ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ നാം വിശേഷതയുള്ളവരായി തീരുന്നത് പ്രസവിക്കാതിരിക്കുമ്പോഴല്ല, 1 നിർത്തുമ്പോഴല്ല, 2 നിർത്തുമ്പോഴല്ല, ദൈവിക നടത്തിപ്പിൽ പ്രസവിക്കുമ്പോഴാണ്. അത് ചിലപ്പോ 1 ആയിരിക്കാം. സാറ ഒത്തിരി ഒന്നും പ്രസവിച്ചില്ലല്ലോ. പക്ഷെ സാറ 1 പ്രസവിച്ച 20 അല്ലേ? അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. അതുകൊണ്ട് എത്ര പ്രസവിച്ചു എന്നുള്ളതല്ല ഞാനിവിടെ പറയുന്ന വിഷയം. ആർക്ക് വേണ്ടി നിങ്ങൾ ആ കാര്യത്തിലേക്ക് പ്രവേശിക്കുന്നു, അതിന്റെ പുറകിലെ ബോധ്യം എന്താണ്? നിങ്ങളുടെ വിശേഷത ദൈവത്തിലൂടെ, അല്ലെങ്കിൽ എല്ലാവരും പ്രസവിച്ചു
നമ്മളും പ്രസവിച്ചു. ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള വിശേഷത, നിങ്ങൾ അനേക കുരുവികളെക്കാളും വിശേഷത ഉള്ളവരായി തീരുന്നത് ദൈവിക കണ്ണുകളിലൂടെ നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടിട്ട് ആ ശുശ്രൂഷയിൽ ഏർപ്പെടുമ്പോഴാണ്. ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ പ്രതീക്ഷ, ദൈവത്തിന് വേണ്ടി കുടുംബങ്ങൾ പണിത സ്ത്രീകൾ, ഈ ഒരു കണ്ണിലൂടെ നമുക്കിന്ന് വിവാഹത്തിന്റെ ആലോചനയൊന്ന് നോക്കാം. വിവാഹാലോചന നടത്തുമ്പോൾ ഇങ്ങനെ ബോധ്യമുള്ള ഒരു പുരുഷൻ തന്റെ സ്ത്രീയെ കാണുമ്പോൾ, താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ കാണുമ്പോൾ എന്തായിരിക്കും പറയാ? ഞാൻ ഇങ്ങനെ ബോധ്യമുള്ള ഒരാളാ. സഹോദരിക്ക് എങ്ങനെയാ ബോധ്യം? എങ്ങനെയായാലും അങ്ങ് പറക്കണമെന്നാണോ? ആ ബോധ്യം നമ്മളെന്തോ ചോദിക്കുന്നത്. ചിലര് ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ഒരിക്കലൊരു വിവാഹ ഇങ്ങനെ വീട്ടിൽ കണ്ടു കഴിഞ്ഞിട്ട് ഒരു 1.5 മണിക്കൂർ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ നമ്മൾ ചോദിക്കുമല്ലോ. അപ്പം പെൺകുട്ടിയെ ആൺകുട്ടിയെ നമ്മൾ ഒരു റൂമിൽ ഇരുത്തും, എന്നിട്ട് അവർ അത്യാവശ്യം നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കും. അപ്പൊ ഏകദേശം 1 മണിക്കൂർ സംസാരിച്ചു. അപ്പൊ ഞങ്ങളെല്ലാവരും ഇരുന്ന് കുഴഞ്ഞു, ചേട്ടാ ഇത് 1 മണിക്കൂറായി. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, എന്നതാ ഇത്ര സംസാരിച്ചല്ല? ഞാൻ വിചാരിച്ചു നമ്മൾ സംസാരിക്കുമ്പോൾ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ, എന്നാ പറയാനാ? അപ്പൊ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനൊന്നും കുഴപ്പമില്ല. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, ദൈവിക ദർശനം ഈ വിഷയങ്ങളിൽ എവിടെയാണ് നിൽക്കുന്നത്? ഇനി അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അവിശ്വാസിയായ ഒരു പെൺകുട്ടിയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ ഞാൻ എവിടെ കിടക്കുന്നു? ഞാൻ എന്തോ ഈ ചെയ്യുന്നത്? ഞാൻ അവിശ്വാസിയായ ഒരു ജീവിത പങ്കാളിയെ സ്വീകരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വിലപിടുത്തമുണ്ടോ? ഒരു വേദഭാഗം ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. മലാഖി ഒന്നെടുക്കാം. വളരെ പ്രത്യേകതയുള്ള ചില കാര്യങ്ങൾ അവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട്. മലാഖി ഒന്നെടുത്താൽ, മലാഖി 2-ാം അധ്യായം. ഇവിടെ മലയാളം ഒട്ടും വ്യക്തത തരത്തില്ല, ഒട്ടും വ്യക്തത തരാത്ത ഒരു വേദഭാഗമാണ്. ഇതിന്റെ ട്രാൻസ്ലേഷൻ കംപ്ലീറ്റ്ലി തെറ്റിപ്പോയി എന്ന് ഞാൻ വളരെ താഴ്മയോട് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും വിഷമം തോന്നരുത്. ഒത്തിരി അതിന്റെ വ്യാഖ്യാനവും പലരും തെറ്റിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് എനിക്കങ്ങനെ പറയേണ്ടി വരുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ family is the first institution God gave. God is the one who introduced the institution of family. ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ പദപ്രയോഗം ബൈബിളിൽ എവിടെയെങ്കിലും ഉള്ളതായിട്ട് അറിയാമോ? അതിന് മലയാളത്തിൽ പറഞ്ഞാൽ കുടുംബം ദൈവം സ്ഥാപിച്ച സ്ഥാപനമാണ് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ആ അർത്ഥമുള്ള ഒരു വാക്യം ഈ മലാഖിയിലുണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അതൊന്ന് കേൾപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. മലാഖി 2-ന്റെ 11-ാമത്തെ വാക്യം. യഹൂദ ദ്രോഹം ചെയ്തു, ഇസ്രായേലിലും യെരൂശലേമിലും മ്ലേച്ഛത സംഭവിച്ചിരിക്കുന്നു. യഹോവയ്ക്ക് ഇഷ്ടമായുള്ള അവന്റെ വിശുദ്ധ മന്ദിരത്തെ, യഹോവയ്ക്ക് ഇഷ്ടമായുള്ള അവന്റെ വിശുദ്ധ മന്ദിരത്തെ, അവിടെ എഴുതുന്നത് അറിയാമോ? ഹോളി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാ പറയേണ്ടത്. അത് മന്ദിരമല്ല, അത് ആക്ച്വലി കുടുംബമാണ്, അല്ലെങ്കിൽ ഫാമിലിയാണ്. ആരുടെയെങ്കിലും കയ്യിൽ ഇംഗ്ലീഷ് ഉണ്ടോ? ഒന്ന് വായിക്കാമോ മോനെ? ഇംഗ്ലീഷിൽ ഞാൻ വായിക്കാം. For Judah has profaned the Lord's holy institution which he loves. താൻ സ്നേഹിക്കുന്ന തന്റെ ഇൻസ്റ്റിറ്റ്യൂഷനെ യൂദ അശുദ്ധമാക്കി അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അത് കുടുംബമാണെന്ന് തെളിയിക്കാൻ പറ്റും, എളുപ്പമാണ്. തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത് he has married the daughter of a foreign god. He has married the daughter of a foreign god. അന്യദേവന്മാരുടെ ഒരു മകളെ വിവാഹം കഴിച്ചിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹത്തിൽ ഉണ്ടാകുന്ന അശുദ്ധിയെ കുറിച്ചാണ് പറയുന്നത്. യഹൂദ തന്റെ അവകാശത്തെ അശുദ്ധമാക്കി കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ കുടുംബം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് കുടുംബമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് തെളിയിക്കാൻ വീണ്ടും മാർഗമുണ്ട്. പിന്നെ എഴുതുന്നത് മുഴുവനും വിവാഹത്തെ കുറിച്ചാണ്. പിന്നെ താഴോട്ട് എഴുതിയിരിക്കുന്നത് മുഴുവനും വിവാഹത്തെ കുറിച്ചാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അതല്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം,
he has married the daughter of a foreign god. എന്റെ മകളെ ഒരാൾ വിവാഹം കഴിച്ചാൽ ഞാൻ ആ പുരുഷന്റെ ആരായി തീരും? എന്റെ മകളെ ഒരാൾ വിവാഹം കഴിച്ചാൽ ആ വിവാഹം കഴിച്ച പുരുഷന് ഞാൻ ആരായി തീരും? അമ്മായിപ്പൻ, ഇല്ലേ? അപ്പോൾ ഈ ഫോറിൻ ഗോഡിന്റെ മകളെ വിവാഹം കഴിച്ചാൽ ഈ ഫോറിൻ ഗോഡ് ആ ആളുടെ ആരായി തീരും? നമ്മൾ മനസ്സിലാക്കണം. നമ്മളെല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന വേറൊരു കാര്യം കൂടെ പറയാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ കർത്താവിന്റെ മേശ എന്നൊരു പദപ്രയോഗമുണ്ട്. കർത്താവിന്റെ മേശ എന്നുകൊണ്ട് നമ്മളെന്താ ഉദ്ദേശിക്കുന്നത്? കർത്തൃമേശയാ, അല്ലേ? കർത്തൃമേശ എന്ന് പറഞ്ഞൊരു പദപ്രയോഗം ഉണ്ടോ? തിരുവത്താഴമുണ്ട്. കർത്താവിന്റെ മേശ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന തിരുവത്താഴമല്ല. എന്ന് വെച്ചാൽ ശ്രദ്ധിച്ചു കേൾക്കണം, ഞാൻ അധികം അതിലെ ആഴത്തോടെ എനിക്ക് പോകാനാവില്ല, അതൊരു വലിയ വിഷയമാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ കർത്താവിന്റെ മേശയെക്കുറിച്ചും 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ തിരുവത്താഴത്തെ കുറിച്ചുമാണ് പറയുന്നത്. തിരുവത്താഴം മേശയല്ല. ഈ കർത്താവിന്റെ മേശ എന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് കർത്താവിൽ നിന്നും ലഭിക്കുന്ന എല്ലാം ആ മേശയിൽ ഉൾപ്പെട്ടിരിക്കുക. അതാണ് അതിന്റെ ശരിയായ അർത്ഥം. എന്താണ് അതിന്റെ അർത്ഥം? കർത്താവിന്റെ മേശ എന്ന് വെച്ചാൽ ആ മേശയിൽ നിന്നാണ് കർത്താവ് എല്ലാം എടുത്തു തരുന്നത്. ഇനി അതിനൊരു ഏറ്റവും വലിയ തെളിവ്, കർത്താവിന്റെ മേശയെ കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ പിശാചിന്റെ മേശയെ കുറിച്ചും അവിടെ പറയുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ആ വേദഭാഗം ഒന്ന് നോക്കാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിന്റെ 21 വായിച്ചു. നിങ്ങൾക്ക് കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാൻ പാടില്ല. ഭൂതങ്ങൾക്കും ഉണ്ടോ കർത്തൃമേശ? എന്തുവാ അർത്ഥം? ഭൂതങ്ങളുടെ മേശയിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് വെച്ചാൽ എന്താ? ഭൂതങ്ങളുടെ വിഗ്രഹത്തെ ആരാധിക്കുമ്പോൾ വിഗ്രഹത്തിൽ നിന്നും ലഭിക്കുന്നതെല്ലാം ആ മേശയിൽ നിന്നും ലഭിക്കുന്നത്. നമ്മളിപ്പം ഡ്രോയിൽ നിന്നും എടുത്തു തരുന്നു പറയുന്നത്. എന്തോ മേശയുടെ ഡ്രോയ്ക്ക് എന്തോ പറയുന്നത്? ഡ്രോ അല്ലേ? ഡ്രോയിൽ നിന്ന് എടുത്തു തരുന്നത് ആ അർത്ഥത്തിൽ അവിടെ പറയുന്നത്. അപ്പൊ കർത്താവ് ഈ ടേബിളിൽ എല്ലാം വെച്ചിട്ടുണ്ട്. നമ്മൾ പഴയ നിയമത്തിൽ നോക്കാമെങ്കിൽ യാഗപീഠത്തിൽ നിന്നും പങ്കെടുക്കുന്നവരായിരുന്ന അർത്ഥത്തിലും അത് എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യാഗപീഠത്തിൽ നിന്നാണ് പുരോഹിതന്മാർക്ക് എല്ലാം കിട്ടുന്നത്, ഇല്ലേ? അവർക്ക് മാവായാലും ഇറച്ചിയായാലും യാഗങ്ങളായാലും എല്ലാം ഈ യാഗപീഠത്തിൽ നിന്ന് വരുന്നതാണ്. അവരുടെ വരുമാനം എന്ന് പറയുന്നത് യാഗപീഠത്തിൽ നിന്നാണ്. അപ്പൊ യാഗപീഠം ഒരു മേശയായിട്ടാണ് പിന്നെ പറയുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, തിരുവത്താഴവും ഈ മേശയിൽ നിന്നും ലഭിക്കുന്ന അനേകം കാര്യങ്ങളിൽ ഒന്നാണ്. അത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്ന അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഒരു വാക്യം കൂടെ മലാക്കിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ കണ്ടെത്താം. മലാക്കി 1-ന്റെ 7 നോക്കാം. 7 നിങ്ങൾ എന്റെ യാഗപീഠത്തിന്മേൽ മലിനഭോജനം അർപ്പിക്കുന്നു. യാഗപീഠത്തിൽ ആണ് ഇപ്പൊ അർപ്പിച്ചത്. യാഗപീഠത്തിലും മലിനഭോജനം അർപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു എന്ന് ചോദിക്കുന്നു. യഹോവയുടെ മേശ നിന്ദ്യമെന്ന് നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. കണ്ടോ? യഹോവയുടെ മേശ നിന്ദ്യമെന്ന് നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. എന്ന് വെച്ചാൽ യഹോവയുടെ മേശ എന്നാണ് ഇവർക്ക് അഹോവൃത്തി ലഭിക്കുന്നത്. അത് നിന്ദ്യമെന്ന് പറയാം. അപ്പൊ യഹോവയുടെ മേശ എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഈ അർത്ഥത്തിലാണ് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ വീണ്ടും വേണമെങ്കിൽ തെളിയിക്കാം. എന്നാൽ ഈ മലാക്കിയിൽ തന്നെ 1-ന്റെ 12 കൂടെ ചേർത്ത് വായിക്കും. നിങ്ങളോ യഹോവയുടെ മേശ മലിനമായിരിക്കുന്നു, അവന്റെ ഭോജനമായ അതിന്റെ അനുഭവം. അതിന്റെ മേശയുടെ ഭോജനമായ അതിന്റെ അനുഭവം എന്ന് വെച്ചാൽ അതിൽ നിന്നും പുറപ്പെട്ടു വരുന്നതെല്ലാം, അതിൽ നിന്നും ലഭിക്കുന്നതെല്ലാം ആ അർത്ഥത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അധികം അത് പറയാതെ 1 കൊരിന്ത്യർ 11-ൽ തന്നെ 10-ൽ തന്നെ ഒരു വാക്കും കൂടെ വേണമെങ്കിൽ ഒന്ന് ചേർത്ത് പറയാനായിട്ട് ഞാൻ ശ്രമിക്കാം. 18-ാം വാക്യം വായിച്ചു.
ജഡപ്രകാരമുള്ള 1 കൊരിന്ത്യർ 10:18. ജഡപ്രകാരമുള്ള ഇസ്രായേലിനെ നോക്കുകയും യാഗങ്ങൾ ഭുജിക്കുന്നവർ യാഗപീഠത്തിന്റെ കൂട്ടാളികളല്ലയോ? യാഗപീഠത്തിൽ നിന്നും ഭുജിക്കുന്നവർ യാഗപീഠത്തിന്റെ കൂട്ടാളികളല്ലയോ? ഇസ്രായേലിന്റെ കാര്യം തിരുവത്താഴം കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്തിനാ പറയുന്നത്? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇസ്രായേലിന്റെ കാര്യം ഇവിടെ എന്തിനാ പറയുന്നത് 10-ാം അധ്യായത്തിൽ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ യഹോവയുടെ മേശയാണ് വിഷയം. ആ മേശയെ കുറിച്ചാണ് പിന്നീട് നമ്മൾ പറയുന്നത്. ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കിയിരിക്കുന്നു. ഇനി 1 രാജാക്കന്മാരെ നിങ്ങൾ ഇത് വായിച്ചിട്ടുണ്ടാവും. ഇസബേലിന്റെ മേശയെങ്കിൽ ഇരുന്ന് കഴിക്കുന്ന 400 പ്രവാചകന്മാർ. ഈ 400 പ്രവാചകന്മാരെ ഇരുത്താൻ പറ്റിയ ഒരു മേശയും വെച്ചുകൊണ്ട് എല്ലാ ദിവസവും 3 നേരം ഇസബേല് കൊടുക്കുന്നു എന്നാണോ അതിന്റെ അർത്ഥം? എന്തുവാ അതിന്റെ അർത്ഥം? ഇസബേലാണ് അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്ന വ്യക്തി. അതല്ലേ എന്റെ അർത്ഥം? ഇസബേലിന്റെ മേശയെങ്കിൽ 400 പേര് കഴിച്ചു എന്ന് വെച്ചാൽ മെഫീബോശത്തിനെ കുറിച്ചും അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടി. മെഫീബോശത്ത് എന്നും ദാവീദിന്റെ ആ കൃത്യമായ മേശയിൽ ഇരുന്നു എന്ന അർത്ഥമില്ല. അല്ല, ഞാനൊരു തെളിവ് തരാം. മെഫീബോശത്തിന്റെ ഒരു ദാസനെ കുറിച്ച് പറയുന്നത് എന്താ? നീ കൃഷി ചെയ്ത് മെഫീബോശത്തിന് എന്ത് കൊണ്ടുവരണം? അവനുള്ള ചെലവിനുള്ളത് കൊണ്ടുവരണം. അപ്പം ഇവിടെ മേശയിലെല്ലാം കിട്ടുന്നുണ്ട്, പിന്നെ എന്തോ വേറെ ചെലവ്? പെട്രോൾ അടിക്കണമായിരുന്നു. നമ്മളത് മനസ്സിലാക്കണം. അതാണ് അതിന്റെ അർത്ഥം. ആ അർത്ഥത്തിൽ തുടർന്നും അനേക സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ അതെല്ലാം ഇപ്പോൾ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. സങ്കീർത്തനം 83, സങ്കീർത്തനം 69, അതുപോലെ തന്നെ വേറൊരു കാര്യം കൊണ്ട് ഞാൻ കാണിക്കാം. യോസെഫിന്റെ ചുറ്റും സഹോദരന്മാരെ ഇരുത്തിയപ്പോഴത്തേക്ക് മൂത്തവരെ തൊട്ട് ഇളവരെ വരെ ഇരുത്തി. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് അവൻ ഓരോരുത്തർക്ക് ആഹാരം അയച്ചു കൊടുത്തു എന്നാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? യോസേഫ് മേശയിൽ ഇരിക്കുക, അവനെ അയച്ചു കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിസ്റ്റൻസ് ഒരു പക്ഷെ ഉണ്ടായിരിക്കാം. ഈ യോസേഫിന്റെ മേശയിലായിരിക്കാം ആഹാരം മുഴുവൻ ഇരിക്കുന്നത്. യോസേഫ് നമ്മൾ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഓരോരുത്തർ അവരവരുടെ ഇഷ്ടമുള്ളത് വിളമ്പുമല്ലായിരുന്നു, ഓരോരുത്തർക്ക് കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും കൊടുത്തു. ബെന്യാമീന് വന്നപ്പോ എത്ര കൊടുത്തു? 1 ഇരട്ടി, 2 ഇരട്ടി, പറ 3 ഇരട്ടി, 5 ഇരട്ടി ആണോ? 2 ഇരട്ടിയാണോ 5 ഇരട്ടിയാണോ? 2, 5. ഇപ്പം ബെന്യാമീന് എന്തുവാ? എന്റെ ഭാഷ ക്ഷമിക്കണം, തിമ്മനാണോ? അല്ല, ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു 5 ഇരട്ടി കഴിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ 5 ചപ്പാത്തി കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ 5 ഇരട്ടി എങ്ങനെ കഴിക്കും? 25 ചപ്പാത്തി കഴിക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബെന്യാമീന് 5 ഇരട്ടി കൊടുത്തോണ്ട് യോസേഫ് അവരെ ഒന്നുകൂടെ പരീക്ഷിക്കുകയായിരുന്നു. എന്താ 5 ഇരട്ടി ഞാനങ്ങ് പറഞ്ഞില്ലേ? അപ്പോൾ 5 ഇരട്ടി ബെന്യാമീന് കൊടുക്കുമ്പോൾ യോസേഫ് വാസ്തവത്തിൽ അവരെ പരീക്ഷിക്കുകയായിരുന്നു. അങ്ങനെ കൊടുത്താൽ എന്നോടുണ്ടായിരുന്ന വൈരാഗ്യം പോലെ അവർക്ക് ബെന്യാമീനോട് വൈരാഗ്യം ഉണ്ടാകുമോ എന്നൊരു പരീക്ഷയും കൂടെ അവിടെ നടക്കുകയായിരുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ് മേശ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ നീ ഒരു ഫോറിൻ ഗോഡ്, അന്യദേവനെ ആരാധിക്കുന്ന ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ വിവാഹം കഴിക്കുമ്പോൾ നീ ഒരു വിധത്തിൽ ആ മേശയിൽ നിന്നും സ്വീകരിക്കുക. അതായത് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ പറഞ്ഞു, പിശാചുക്കളുടെ മേശയിൽ നിന്നും നിങ്ങൾ പങ്കെടുക്കരുത്. അതിനെ കണക്ട് ചെയ്യാണ് ഞാൻ ഈ പറഞ്ഞത്. അതിന്റെ ഗൗരവം നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കേ. ഇനി അത് കൂടാതെ തന്നെ അവിടെ മറ്റൊരു കാര്യം എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. മലാഖിയിൽ തന്നെ, മലാഖിയിലേക്ക് മടങ്ങി വരിക. മലാഖി 2-ാം അധ്യായത്തിൽ അതിന്റെ ഞാനത് ഇംഗ്ലീഷിൽ വായിക്കാം. For Judah has profaned, അതായത് ദേശത്തെ അശുദ്ധമാക്കും കൂടെ ചെയ്യും. കുടുംബം എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അശുദ്ധമാക്കുക. ഈ അശുദ്ധി നമ്മൾ ഉദ്ദേശിക്കുന്നതിലും ഗൗരവമായി തിരിക്കുക. മലാഖി 2-ന്റെ 11-ാം വാക്യമാണ് ഞാൻ പറയുന്നത്. For Judah has profaned. അപ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും വളരെ ഗൗരവമുള്ള ഒരു പാപമായിട്ടാണ് അവിടെ കാണുന്നത്. ഇനി കുടുംബജീവിതത്തിൽ ഡിവോഴ്സ് ഇപ്പം നമ്മുടെ സഭകളിലൊക്കെ ഇപ്പം അതിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. ഡിവോഴ്സ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ കണ്ണിൽ ഒരു വലിയ വയലൻസാണ്. അതായത് എന്താണ് പറയുന്നത്? മലയാളത്തിൽ എങ്ങനെ എഴുതിയിരിക്കും നമുക്കൊന്ന് വായിക്കാം. അതിന്റെ മലാഖി 2-ന്റെ
ഒന്നാമത് 11-ാം വാക്യം വായിക്കും. രണ്ടാമത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു: യഹോവ ഇനി വഴിപാട് കടാക്ഷിക്കുകയോ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രസാദമുള്ളത് കൈക്കൊള്ളുകയോ ചെയ്യാത്ത വിധം നിങ്ങൾ അവന്റെ യാഗപീഠത്തെ കണ്ണുനീർ കൊണ്ടും കരച്ചിൽ കൊണ്ടും ഞരക്കം കൊണ്ടും മൂടിക്കളയുന്നു. അപ്പോൾ വിവാഹത്തിൽ ഉണ്ടാകുന്ന വിഘ്നം യാഗപീഠത്തിൽ കണ്ണുനീർ കൊണ്ടുവരും. യാഗപീഠത്തിൽ കണ്ണുനീർ കൊണ്ടുവരും. ഇവിടെ ഒന്നെങ്കിൽ ഭാര്യ കരയും, അല്ലെങ്കിൽ ഭർത്താവ് കരയും, അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർ കരയും, അല്ലെങ്കിൽ സഭ കരയും, അല്ലെങ്കിൽ ദൈവം കരയും. ഇത് സംഭവിക്കുന്നില്ലേ? നമ്മുടെ വിചാരം ഇത് രണ്ടുപേർ തമ്മിലുള്ള പ്രശ്നം മാത്രമാണ്. എന്നാൽ അങ്ങനെയല്ല വാസ്തവത്തിൽ. കുടുംബത്തിലുള്ള അനേകരുടെ കണ്ണുനീർ യാഗപീഠത്തെങ്കിൽ വീഴുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന, വിവാഹത്തിൽ പ്രവേശിച്ചിരിക്കുന്ന, അല്ല ഡൈവോഴ്സിന്റെ ഗന്ധം അടിക്കുന്ന കുടുംബങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, വലിയ ഒരു വയലൻസ് ആണ് ഈ സംഭവം. ആ വയലൻസ് എന്ന വാക്ക് ഇംഗ്ലീഷിൽ ഇവിടെ ഉണ്ട്, മലയാളത്തിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. നോക്കാം, 16-ാം വാക്യം നോക്കാം. ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളിച്ചെയ്യുന്നു. അത് ചെയ്യുന്നവൻ തന്റെ വസ്ത്രം സാഹസം കൊണ്ട് മൂടുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ആകയാൽ നിങ്ങൾ അവിശ്വസ്തത സാഹസം കൊണ്ട് മൂടുന്നു. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഫോർ ഇറ്റ് കവേഴ്സ് വൺസ് ഗാർമെന്റ് വിത്ത് വയലൻസ് എന്നാണ്. ഇറ്റ് കവേഴ്സ് വൺസ് ഗാർമെന്റ് വിത്ത് വയലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിൽ ഉണ്ടാകുന്ന ഈ വിഘ്നത കുടുംബത്തിൽ വലിയ വയലൻസ് കൊണ്ടുവരുമെന്നാ പറയാം. വയലൻസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞേ. Says the Lord of hosts, therefore take heed to your spirit that you do not deal treacherously. അതുകൊണ്ട് ആത്മാവിൽ വളരെ സൂക്ഷിച്ച് കുടുംബജീവിതം നിങ്ങൾ നയിക്കണം. ഇല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ചെയ്യുന്ന മഹാപാപമാണിത് എന്നാണ് മലാഖിയിൽ പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ദൈവത്തിന്റെ കൃഷി. ദൈവത്തിന്റെ കൃഷിയോടുള്ള ബന്ധത്തിൽ ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട സത്യമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് അത് മലയാളത്തിൽ ഒട്ടും വ്യക്തമല്ലെന്ന്. ആ ഭാഗം ഞാൻ ആദ്യം വായിച്ച് അതിന്റെ മലയാളം പറയാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മലയാളം വായിച്ചാൽ മതി. ആരും അത് വായിക്കണ്ട, എന്നെ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മലയാളം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. 15-ാം വാക്യമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാൻ പോകുന്നു, ശ്രദ്ധിച്ചോണം. But did he not make them one? എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം സ്ത്രീയെ പുരുഷനെയും ഒന്നാക്കിയില്ലയോ? ഒന്നിൽ നിന്നുമല്ലയോ ദൈവം ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്? എന്റെ മലയാളമാണ്. ഇനി ഹാവിംഗ് എ റെമനന്റ് ഓഫ് സ്പിരിറ്റ് ആൻഡ് വൈ വൺ. ശ്രദ്ധിച്ചോണം, ഹാവിംഗ് എ റെമനന്റ് ഓഫ് സ്പിരിറ്റ് ആൻഡ് വൈ വൺ എന്ന് വെച്ചാൽ ദൈവം ആദമനെ ഉണ്ടാക്കിയപ്പം ദൈവത്തിന് ഇഷ്ടംപോലെ ആത്മാക്കളെ ഉണ്ടാക്കാനുള്ള ബാക്കി ആത്മാവ് ദൈവത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. റെമനന്റ് ഓഫ് സ്പിരിറ്റ്. ചില ഇംഗ്ലീഷ് വേർഷനിൽ റെസിഡ്യൂ ഓഫ് സ്പിരിറ്റ്, ബാക്കി ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ദൈവം ആദമനെ ഉണ്ടാക്കിയപ്പോൾ അവന്റെ ഉള്ളിൽ ശ്വാസം ഊതി അവനൊരു ആത്മാവിനെ കൊടുത്തു, ഇല്ലേ? അപ്പൊ ദൈവത്തിന് വേറെ ഒരു 10-20 ആദമനെ കൂടെ ഉണ്ടാക്കാമായിരുന്നു. ഹാവിംഗ് എ റെമനന്റ് ഓഫ് സ്പിരിറ്റ്. വൈ വൺ? അതാ ചോദ്യം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഒന്നുകൂടെ വായിക്കാം. ഫോർ ദ ലോർഡ് 15-ാം വാക്യം. But did he not make them one? അവർ ഒത്തിരി ആദമനെ ഉണ്ടാക്കുന്നതിന് പകരം ഒന്നിനെയല്ലേ ഉണ്ടാക്കിയത്? ഹാവിംഗ് എ റെവനന്റ് ഓഫ് സ്പിരിറ്റ്, ആത്മാവിനെ ഇഷ്ടമുള്ള ഉണ്ടാക്കാൻ അവന്റെ കയ്യിൽ ആത്മാവ് ഇരിക്കെ ചെയ്ത് വൈ വൺ? എന്നിട്ട് ഉത്തരം പറയുക. എന്തുവാ ഉത്തരം? ഹി സീക്സ് ഗോഡ്ലി ഓഫ്സ്പ്രിങ്. എന്തുകൊണ്ട് ദൈവം ഒത്തിരി ആത്മാവിനെ, അല്ല ഒരു ആദാമിനെയും 10 ഹവ്വയെ ഉണ്ടാക്കിയില്ല? ഇത് ഭൂമി നിറഞ്ഞാ പോരെ? ഭൂമി നിറയാൻ എന്തോ വേണം? ഒരാത്മാവിനെയും 10 ഹവ്വയെ ഉണ്ടാക്കിയാൽ ഇല്ലേ? ഹവ്വ തന്നെ മുഴുവൻ ഇസ്രായേൽ ഗ്രഹം പണിയും, ഇല്ലേ? പക്ഷെ അങ്ങനെയൊന്നും ദൈവം ചെയ്തില്ല. മൃഗങ്ങളെ ഉണ്ടാക്കിയപ്പോൾ ഓരോന്ന് വെച്ചാണോ ഉണ്ടാക്കിയത്, അതോ ഈരണ്ട് വെച്ചാണോ ഉണ്ടാക്കിയത്, അതോ കൂട്ടമായിട്ടാണോ ഉണ്ടാക്കിയത്? ഈരണ്ടാണ്. അത് പെട്ടകത്തിൽ, നോഹയുടെ പെട്ടകത്തിൽ കയറ്റിയത്. എങ്ങനാ? അവര് കൂട്ടമായിട്ടാ. മത്സ്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് അവര് കൂട്ടമായിട്ടുണ്ടായെന്നാണ്. കാരണം അവരിലൊന്നും ദൈവം വിശുദ്ധ സന്തതിയെ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവിടെ പറയുകയാണ് എന്താ? Why one? Having a remnant of spirit, why one? Because he is seeking a godly
ഓഫ് സ്പ്രിങ്. വിശുദ്ധ സന്തതിയെയാണ് അവന് വേണ്ടത്. എന്താ അർത്ഥം? എങ്ങനെയും കുറച്ച് കുഞ്ഞുങ്ങളുള്ളതല്ല, രക്ഷിക്കപ്പെട്ട രണ്ടുപേർ തമ്മിൽ ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന്റെ നടത്തിപ്പോടുകൂടെ ദൈവഭക്തിയിലും ഭയത്തിലും ആ കുടുംബജീവിതം മുമ്പോട്ട് പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അവന് വിശുദ്ധ കുഞ്ഞുങ്ങളായി തീരും. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇപ്പം പാർട്ട്ണറിൽ ഒരാള് രക്ഷിക്കപ്പെട്ടു, മറ്റേ ആള് രക്ഷിക്കപ്പെട്ടില്ല. വിവാഹത്തിൽ കഴിഞ്ഞതിന് ശേഷം രക്ഷിക്കപ്പെടുന്ന കഥയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഒരു സംശയം, ഞങ്ങളുടെ സന്തതി വിശുദ്ധമാവുമോ അശുദ്ധമാവുമോ? ആ സംശയം കണ്ടോ? അപ്പോൾ വിവാഹം കഴിച്ചതിന് ശേഷമാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നതെങ്കിൽ പൗലോസ് പറയാണ് ആ സന്തതികൾ വിശുദ്ധമാണ്, അല്ലെങ്കിൽ അവർ അശുദ്ധമായി പോകുമെന്ന് വരും. അങ്ങനെയല്ല. അതുകൊണ്ട് അവിശ്വാസിയായിരിക്കുന്ന രക്ഷിക്കപ്പെടാത്ത ഭർത്താവിനോട് ചേർന്ന് രക്ഷിക്കപ്പെട്ട ഭാര്യ തുടരണം എന്ന് പൗലോസ് പഠിപ്പിക്കുക. അത് ഭയങ്കര കണക്ഷനാണ്. എന്ന് വെച്ചാൽ സന്തതി അശുദ്ധമായി പോകും നീ ഇങ്ങനെ ജനിപ്പിച്ചാൽ. ദൈവത്തിന്റെ കൃഷി നിങ്ങളാണെങ്കിൽ ആ കൃഷി എങ്ങനെ വേണം എന്നുള്ളത് ഇവിടെ പറയുന്നത്. ഈ ഭാഗം ഇപ്പൊ ഞാൻ വായിച്ച 15-ാം വാക്യം നമുക്കൊന്ന് മലയാളത്തിൽ കേൾക്കാം. നമ്മൾ വായിച്ച ഭാഗത്തിന്റെ അർത്ഥം മലയാളത്തിൽ എങ്ങനെയാണ്? ലേശം പോലും സുബോധം ശേഷിച്ചിരുന്ന ഒരുവൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ ആ ഒരുവൻ എന്തു ചെയ്തു? ദൈവം വാഗ്ദാനം ചെയ്ത സന്തതിയെ അവൻ അന്വേഷിച്ചു. നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചു കൊള്ളുകയും തന്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. ഭാഗം കുഴഞ്ഞല്ലേ? അതിനകത്ത് ഈ പറഞ്ഞ ഒരർത്ഥവും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവസാനം വായിച്ചാൽ മതി എന്ന് ഞാൻ പറയാനായിട്ട് കാരണമായി തീരുന്നു. ഇനി നമുക്ക് ഒരു പടിയും കൂടെ മുമ്പോട്ട് ആ വിഷയത്തിലുള്ള ബന്ധത്തിൽ പോകാം. ഇത് പിശാചിനറിയാം. എന്തറിയാം? ഏതറിയാം? നീ ദൈവം ചെയ്യുന്ന കൃഷി മനുഷ്യനാണെന്നുള്ള കാര്യം അറിയാം. ഇത് വിശ്വാസി മനസ്സിലാക്കണം. ഇവിടെ വിവാഹം വിശ്വാസിയുമായി ചെയ്യുക എന്നതിനോടൊപ്പം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു വിശ്വാസി പോരാ, ദൈവ നടത്തിപ്പിലുള്ള ഒരു വിശ്വാസിയായിരിക്കണം. ഞാൻ ആരെ വിവാഹം കഴിക്കണം എന്നുള്ളതിൽ ദൈവത്തിന് ഒരു ഐഡിയയുമില്ല. അങ്ങനാണോ? എന്റെ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഒന്നും വേണ്ട. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിഞ്ഞൂടാ, ഉൽപ്പത്തി 22-ൽ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. ഇസഹാക്ക് പകരം കുഞ്ഞാടിനെ യാഗം അർപ്പിച്ചു. ആ സംഭവം പറഞ്ഞ് 22-ാം അധ്യായം തീരുന്നതിന് മുമ്പ് പറയാ റാഹേൽ ജനിച്ചു. എന്തിനാ പറഞ്ഞു? നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഉൽപ്പത്തി 22-ൽ ഇസഹാക്ക് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട് ജനിക്കുക, അല്ലെങ്കിൽ ഒരു പുനരുദ്ധാനം പോലെ മരിച്ചവരിൽ നിന്നും ആദ്യം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പോലെ ഇസഹാക്കിനെ യാഗപീഠത്തിൽ നിന്നും എടുത്തുപൊക്കി മാറ്റി അതിന് പകരം ഒരു കുഞ്ഞാട് ഇറക്കപ്പെടുക. അവിടെ വെച്ച് ഇസഹാക്കിന്റെ ഭാര്യ ജനിച്ച വിവരം അബ്രഹാമിനെ അറിയിക്കുക. ക്രിസ്തു മരിക്കുമ്പോൾ അപ്പുറത്ത് സഭ ഉണ്ടാകാനുള്ള ഒരുക്കം തയ്യാറാവുകയാണ്. ആ വാർത്ത ചുരുങ്ങിയ അധ്യായങ്ങൾ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ സഭ ജനിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ പുരുഷൻ ജനിച്ചു കഴിയുമ്പോൾ അവന് വേണ്ടിയിട്ടുള്ള ഒരു പെൺകുട്ടി ജനിക്കുക. ആ പെൺകുട്ടി ആരായിരിക്കും? ഇതിനകത്തെ വിഷയം, നിനക്ക് ഇഷ്ടമുള്ള പെൺകുട്ടിയെ നിനക്ക് വിവാഹം കഴിക്കാൻ പുറമേ തടസ്സമൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസിയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ പ്രധാന സമൂഹത്തിൽ തന്നെയുള്ള അല്ലെ വിശ്വാസ സമൂഹത്തിൽ തന്നെയുള്ള ഒരു ചെറുക്കനെയോ പെണ്ണിനെയോ വിവാഹം കഴിക്കുന്നതിൽ എന്താ തടസ്സം? ഒരു തടസ്സവുമില്ല. എന്നാൽ ദൈവത്തിന് ഈ വിഷയത്തിൽ ഒരു നടത്തിപ്പില്ലേ? അതിനെക്കുറിച്ച് നമ്മൾ എത്ര പേർ ഭാരമുള്ളവരാണ്? ദൈവം ആഗ്രഹിക്കുന്ന പെൺകുട്ടിയെ തന്നെ എനിക്ക് വിവാഹം കഴിക്കണം. ഇനി ആ പെൺകുട്ടി എങ്ങനെയുള്ള പെൺകുട്ടിയാണെങ്കിലും അവളെ തന്നെ എനിക്ക് വിവാഹം കഴിക്കണം. അങ്ങനെ ഒരു ആഗ്രഹം ആർക്കെങ്കിലും ഉണ്ടോ? Lord, all I want to be within thy will. അപ്പം ബ്രദറെ, എന്റെ ഇഷ്ടമൊന്നും ദൈവത്തോട് പറയാൻ പറ്റില്ല. പറയാം, കർത്താവേ, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ആഗ്രഹിക്കുന്നത്, പക്ഷെ നിന്റെ ഹിതമാണ് ഏറ്റവും. എന്റെ ഹിതമല്ല, നിന്റെ ഹിതം.
എന്റെ ഹിതമല്ല നിന്റെ ഹിതം. ആ നിലയിൽ വിവാഹത്തിന്റെ ആലോചനകൾ മുമ്പോട്ട് പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇതിപ്പോ നമ്മളൊക്കെ തീരുമാനിക്കുക, ഞാൻ ഡോക്ടറാണെങ്കിൽ ഞാൻ വിവാഹം കഴിക്കുന്ന ആരായിരിക്കണം, അതല്ല പറ്റിയില്ലല്ലോ. നടത്തപ്പ് കിട്ടുന്നില്ലെന്നാ പറയാം. അപ്പം ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തി ആരായിരിക്കും, ആ ചിന്ത നമ്മളെ ശക്തമായി ഭരിക്കണം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയിൽ തന്നെ ഭയങ്കരമായ രൂപാന്തരം വരുന്നത്. ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും ദൈവഹിതം മനസ്സിലാവത്തില്ല, നമുക്ക് നമ്മുടെ ഹിതമേ മനസ്സിലാവത്തില്ല. ഒരിക്കലൊരു മോട്ടിവേഷൻ സ്പീക്കറിനെ പോലെ ഒരാള്, അദ്ദേഹം ഈ ഒരു ഫാമിലി കോൺഫറൻസ് പോലെ ഒരു സ്ഥലത്ത് ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം എന്താ അറിയാം? ഹൗ മെനി ഓഫ് യു ഹാവ് ഗോട്ട് ദ സ്പൗസ് ഓഫ് യുവർ ചോയ്സ്? എന്തോ അർത്ഥം മനസ്സിലായോ? ഹൗ മെനി ഓഫ് യു ഹാവ് ഗോട്ട് ദ സ്പൗസ് ഓഫ് യുവർ ചോയ്സ്? നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ സ്വപ്നം കണ്ട, നിങ്ങൾ തെരഞ്ഞെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടി അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ തന്നെ കിട്ടി എന്ന് നിങ്ങൾ എത്ര പേർ പറയുന്നു? അപ്പം എല്ലാരും ഇങ്ങനെ സ്റ്റണ്ടായിട്ട് നിൽക്കുക. പറയാൻ പറ്റുമോ കിട്ടിയില്ലെന്ന്? കാരണം തൊട്ടൊരു കൂടെ ഭാര്യയുണ്ട്. അന്നേരം ഈ ആൾ അടുത്ത ചോദ്യം ചോദിക്കുക, രണ്ടാമത്തെ ചോദ്യം, ഡസ് ഇറ്റ് റിയലി മാറ്റർ നൗ? എന്ന് വെച്ചാൽ കിട്ടിയവരുണ്ട്, കിട്ടാത്തവരും അവിടെ ഉണ്ട്. ഞാൻ ആഗ്രഹിച്ച പോലത്തെ പെൺകുട്ടിയെ എനിക്ക് കിട്ടി, ഞാൻ സ്നേഹിച്ച പെൺകുട്ടിയെ എനിക്ക് കിട്ടി, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോലെയുള്ള പെൺകുട്ടിയെ എനിക്ക് കിട്ടി. പക്ഷെ ഡസ് ഇറ്റ് മാറ്റർ നൗ എന്ന് വെച്ചാൽ 4-5 വർഷം കഴിഞ്ഞപ്പോൾ അതിനകത്ത് വല്ല കാര്യവും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് പുരുഷന്റെയും ഏത് സ്ത്രീയുടെയും സ്വഭാവം അടിസ്ഥാനപരമായിട്ട് ഒന്നാണ്. എല്ലാ കുടുംബത്തിലും ഒന്നുണ്ട്. ഈ ഫ്രിക്ഷനും അഡ്ജസ്റ്റ്മെന്റും കരച്ചിലും വഴക്ക് പറച്ചിലും പ്രശ്നങ്ങളും അതില്ലാത്ത ആള്, ചോയ്സിനുള്ള ആളിനെ കിട്ടിയതുകൊണ്ട് വല്ല മാറ്റമുണ്ടോ? ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിച്ചേ. അത് അങ്ങനെയാണെങ്കിൽ ഫിലിം സ്റ്റാർസിന്റെ ഒക്കെ കുടുംബജീവിതം എങ്ങനെ ആയിരിക്കണം? അവിടെ ഡിവോഴ്സിന്റെ പരളി അല്ലേ? ഇപ്പൊ ഒരാള് ഒരു അമീർ ഖാൻ എത്ര വിവാഹം കഴിച്ചു ആർക്കെങ്കിലും അറിയാം? 3-4 കഴിച്ചു എന്ന് എന്റെ വിചാരം. ഒരുമാതിരിപ്പെട്ട ഫിലിം സ്റ്റാർസ് എല്ലാം 3-4 വിവാഹം കഴിച്ചവരാ. ചാർലി ചാപ്ലിൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4 വിവാഹം കഴിച്ചു എന്ന് എന്റെ വിചാരം. അത് അന്നത്തെ മനുഷ്യൻ, എല്ലാവരെയും ചിരിപ്പിക്കുന്ന മനുഷ്യൻ സ്വന്തം ഭാര്യയെ ചിരിപ്പിക്കാൻ പറ്റിയില്ല. ഞാൻ പറയുന്നത് എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി പറയാ, നിങ്ങളുടെ ചോയ്സ്, ബെസ്റ്റ് ചോയ്സ് കിട്ടിയാലും കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒട്ടുമിക്കവാറും ഒക്കെ സെയിം ആയിരിക്കും. അടി, പ്രയാസവും പ്രശ്നവും കണ്ണുനീരും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് കുടുംബജീവിതത്തിന്റെ വാസ്തവമായ സുഖകരമായ പോക്ക് എന്ന് പറയുന്നത്, ദൈവഹിതത്തിൽ വിവാഹം കഴിച്ചാൽ അവിടെ വെച്ച് നിനക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം ദൈവത്തോട് പറയാൻ പറ്റും. എന്നാ, കർത്താവേ എന്നെ സഹായിക്കണം, അങ്ങയുടെ ആഗ്രഹപ്രകാരമാണ് ഞാൻ ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചത്. അത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ലെന്നല്ല എൻ്റെ അർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വിശേഷതയുള്ളവരാണെന്നല്ല അർത്ഥം, നിങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ലെന്നല്ല. നിന്റെ ഒരു തലമുറ ആര് പോലും പിതാവ് അറിയാതെ വീഴുന്നില്ല എന്ന് വെച്ചാൽ വീഴത്തില്ലെന്നല്ല, അത് വീഴും, പക്ഷെ പിതാവ് അറിഞ്ഞിട്ടേ വീഴുകയുള്ളൂ. അപ്പോൾ നിന്റെ കുടുംബജീവിതം ആ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ടതാകുവാൻ ഇടയായിത്തീരും. അപ്പോൾ ഈ കാര്യം പിശാചിനറിയാം. പിശാച് അതിൽ നിന്ന് ഭൂമിയിൽ കൊണ്ടുവന്ന ഏറ്റവും അപകടം നിറഞ്ഞ കാര്യമാണ് LGBTQ. എന്തുവാ LGBTQ? എഴുതേണ്ടിയവർക്ക് എഴുതാം. LGBTQ. ഇപ്പം വീണ്ടും അതിന്റെ അക്ഷരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2S+. ഇത്രയുണ്ട് ഇപ്പം. L lesbian, G gay, B bisexual, T transgender, Q queer, 2S, I2S ഇപ്പൊ I ഉണ്ട്, intersex, 2S spirits plus. ലെസ്ബിയൻ, സ്ത്രീയും തമ്മിലുള്ള ലൈംഗിക വേഴ്ച അല്ലെങ്കിൽ ജീവിതം. ബൈസെക്ഷൽ, 2 പേരും ചേർന്നത്. ഗേ, പുരുഷനും കൂടെ ഉള്ളത്. ട്രാൻസ്ജെൻഡർ,
ജനിതക മാറ്റം വരുത്തുന്ന രീതികൾ, ഇന്റർസെക്സ്, ടു സ്പിരിറ്റ്സ്, ആത്മാക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ, പ്ലസ് ഇനി ഏതെങ്കിലും വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ അവരെയും കൂടെ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുന്നതാണ് ഈ പ്ലസ് ഇട്ടിരിക്കുന്നത്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞു? ഇത് ഇപ്പൊ തുടങ്ങിയത് നമ്മുടെ വിചാരം. ഇത് ഇപ്പോഴെങ്കിലും തുടങ്ങിയതല്ല, ഇത് നോഹയുടെ കാലത്ത് തുടങ്ങിയത്. നോഹയുടെ കാലത്ത് നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ മക്കൾ, ബാക്കി പറഞ്ഞു, ദൈവത്തിന്റെ മക്കൾ മനുഷ്യരുടെ പെൺമക്കളെ വിവാഹം കഴിച്ചു. അങ്ങനെ അത് മനസ്സിലായിട്ടുണ്ടോ? ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. 36-ാം അധ്യായം, അതിന് 2-ാം വാക്യം. 36:2. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ അതിനകത്തൊരു പെശകുണ്ട്. എന്തോ പെശക്? ദൈവത്തിന്റെ പുത്രിമാർ മനുഷ്യന്റെ പുത്രന്മാരെ വിവാഹം കഴിച്ചോ? അല്ല, നമ്മൾ അങ്ങനെയാണോ പറയേണ്ടത്? ദൈവത്തിന്റെ മക്കളും മനുഷ്യന്റെ മക്കളും തമ്മിൽ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വിവാഹമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇതെങ്ങനെ എഴുതിയിരിക്കുന്നത്? ദൈവത്തിന്റെ പുത്രന്മാര് മാത്രമേ ഈ കല്യാണം കഴിക്കുന്നുള്ളൂ. അവര് മനുഷ്യരുടെ പുത്രിമാരെ വിവാഹം കഴിക്കാം. ആ വിവാഹത്തിൽ മുമ്പോട്ട് വായിച്ചോളൂ. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. ഓക്കെ, ഭാര്യമാരായി മാത്രമേ എടുക്കുന്നുള്ളൂ, ഇപ്പുറത്തോട്ട് സംഭവിക്കുന്നില്ല. വൺ വേ വിവാഹമാ. ഭാര്യമാരായി എടുത്തു. അപ്പോൾ യഹോവ മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല, അവൻ ജനം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളി ചെയ്തു. ആ കാലത്ത് ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു. മതി. ഈ മല്ലന്മാർ, വിശ്വാസി അവിശ്വാസി നമ്മൾ വിവാഹം കഴിച്ചാൽ എന്നാ ഉണ്ടാവും? അങ്ങനെയാണോ? വിശ്വാസി അവിശ്വാസി നമ്മൾ വിവാഹം കഴിച്ചാൽ മല്ലന്മാരുണ്ടാവും, അങ്ങനെയാണോ? അങ്ങനെയാണ് തിരിച്ചറിയാൻ എളുപ്പമുണ്ടായിരുന്നല്ലേ? കാരണം സഭയ്ക്കകത്തും രക്ഷിക്കപ്പെടാത്ത ഒരാള് ബ്രദറുകാരനാണെന്ന് പറഞ്ഞു സാധനം പെട്ട് തിരുവത്താഴം കഴിച്ചുകൊണ്ട് നടക്കാതിരിക്കട്ടെ, രക്ഷിക്കപ്പെട്ടിട്ടില്ല. ആ ആള് ഒരു വിശ്വാസിനിയെ വിവാഹം കഴിച്ചു, ഉടനെ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളുള്ളതായിരിക്കും. അപ്പൊ രക്ഷിക്കപ്പെടാത്തവരെ പിടികിട്ടും എളുപ്പത്തിൽ. അങ്ങനെയാണോ? ഇതിനകത്തൊരു പ്രശ്നമുള്ളത്, ദൂതന്മാർ അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കൾ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന ദൂതന്മാരാണ് എന്നൊരു പഠിപ്പിക്കലുണ്ട്. ദൈവത്തിന്റെ മക്കൾ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് വിശ്വാസികളാണ് എന്നൊരു പഠിപ്പിക്കലുണ്ട്. ദൈവത്തിന്റെ മക്കൾ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന ദൂതന്മാരാണ് എന്ന് ചിന്തിക്കുവാൻ ഞാൻ നിർബന്ധിക്കപ്പെടുകയാണ്. അതിന്റെ അർത്ഥം ദൂതന്മാർക്ക് നേരിട്ട് വിവാഹം കഴിക്കാമെന്ന അർത്ഥമില്ല. അവർക്ക് ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന അർത്ഥമാണുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ ആ ബന്ധത്തിൽ മല്ലന്മാരുണ്ടാകുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന അടുത്ത കാര്യം, മല്ലന്മാർ വിവാഹം കഴിച്ച് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമോ? അതിന് വേറൊരു കാര്യം പറയാം. പുലിയും സിംഹവും തമ്മിൽ വിവാഹം കഴിച്ചാൽ കുഞ്ഞുങ്ങളുണ്ടാവും. പക്ഷെ ആ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ലെന്ന് അറിയാമെന്നോ ഇല്ലെന്നോ? കുതിരയും സീബ്രയും തമ്മിൽ ഇണചേർന്നാൽ കുഞ്ഞുങ്ങളുണ്ടാവും. അതിനാണ് എന്ന് പറയുന്നത് കോവർക്കഴുത. കോവർക്കഴുതയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമോ? ഉണ്ടാകത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂട്ടേഷൻ വഴി ഉണ്ടാകുന്ന ഓഫ്സ്പ്രിങ്ങിന് തുടർ ജനറേഷൻ ഉണ്ടാകാതെ പോകും. അപ്പൊ എന്തോ പിശാച് ശ്രമിക്കുന്നത്? കുടുംബത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാനാണ് പിശാച് ശ്രമിക്കുന്നത്. ഈ LGBTQ-ലെ 2S എന്ന് എഴുതുന്നത് സ്പിരിറ്റ്സാ. ഒന്നിൽ കൂടുതൽ ആത്മാക്കളുടെ ചേർച്ചയ്ക്ക് വേണ്ടിയാണ് LGBTQS എന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തലത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എന്നാൽ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് സംഭവിച്ചപ്പോഴാണ് ദൈവം പറഞ്ഞത് ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുകയല്ല. കാരണം ദൈവത്തിന്റെ മെയിൻ കൃഷി എന്തുവാ? മനുഷ്യനുണ്ടാവുക. ഇന്നാണോ പാപം കൂടുതൽ, അതോ നോഹയുടെ കാലത്തിലാണോ പാപം കൂടുതൽ?
അത് ഇന്നാണ്? എന്താ അഭിപ്രായം? ഇന്നാണ് പാപം കൂടുതൽ. പക്ഷെ നോഹയുടെ കാലത്തിൽ ഇത്രയും പാപമില്ലാതിരുന്ന കാലത്തും ദൈവം എന്തുകൊണ്ട് ഭൂമിയെ മുഴുവൻ നശിപ്പിച്ചു? കാരണം കുടുംബം നിന്നാൽ ദൈവത്തിന് ഈ ഭൂമിയിൽ ഒന്നുമില്ല. ദൈവത്തിന്റെ കൃഷി മുഴുവനും നിന്നു പോകും. When it comes to family, all what God can do is to destroy the whole world. ഭൂമിയെ മുഴുവൻ നശിപ്പിക്കാൻ ദൈവം തയ്യാറാകുന്ന പോയിന്റ് ആണ് കുടുംബം നഷ്ടപ്പെട്ടാൽ. അപ്പോൾ നോഹയുടെ കാലത്ത് അതിലേക്കുള്ളൊരു പോക്കായിരുന്നു. അതിൽ നിന്നാണ് ദൈവം നോഹയെ അങ്ങ് രക്ഷിച്ചിട്ട് മുഴുവൻ ഭൂമിയെ നശിപ്പിച്ചിട്ട് നോഹയുടെ കുടുംബത്തിൽ നിന്ന് വീണ്ടും, ഇപ്പൊ നമ്മൾ ആദമിന്റെ മക്കളാണെന്ന് പറയുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ശരി എന്തുവാണ്? നോഹയുടെ മക്കളാണെന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, ദൈവത്തിന്റെ കൃഷി മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ മൂല്യം വരും ദിവസങ്ങളിൽ കാണണം. നമ്മൾ വിവാഹം കഴിക്കുന്നതും നമ്മൾ ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നതും നമ്മൾ വിവാഹ ആലോചന ചെയ്യുന്നതും ഒക്കെ ദൈവിക കണ്ണുകളിലൂടെ പോകുമ്പോൾ വെറും എല്ലാവരും കഴിക്കുന്ന ഒരു വിവാഹമല്ല നമ്മൾ കഴിക്കുന്നത്, എല്ലാവരും നടത്തുന്ന ഒരു കുടുംബജീവിതമല്ല നമ്മൾ നടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ വിഷയത്തിൽ വേറെ പല കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കണമായിരുന്നുവെങ്കിലും ഒരല്പം സമയം പോയതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാളെയും നമുക്ക് പ്രാർത്ഥനയോട് കടന്നു വരാം. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.